ഇന്ന് രാത്രിയിൽ ആ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മറവിൽ നമ്മെ തന്നെ പൂർണ്ണമായും നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുവാൻ കർത്താവിന്റെ അഭിഷിക്തൻ അനിയൻ വർഗീസ് അവറുകളെ കർത്താവ് ബലപ്പെടുത്തി. ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ പ്രത്യേകാൽ കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ കൂടൽ കുഞ്ഞുമോൻ പാസ്റ്റർ നമ്മോട് കൂടെ ഇന്ന് രാത്രിയിലുണ്ട്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ സഭയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിനെ പ്രസംഗിച്ച് അനേകർക്ക് വിടുതലും ആശ്വാസവുമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ കൂടൽ കുഞ്ഞുമോൻ പാസ്റ്റർ കഴിഞ്ഞ ചില ദിവസങ്ങളായി UAE-യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസൻ ആരംഭിക്കുന്നതായിരിക്കും. തുടർന്ന് കൂടൽ കുഞ്ഞുമോൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ച് അങ്ങയുടെ വിലയേറിയ ദാസൻ കുറേ ആഴ്ചകളായി ചെയ്തു വരുന്ന വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കി തുടങ്ങിയിരിക്കുന്ന ഈ മനോഹരമായ ബൈബിൾ ക്ലാസ്സിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ദൂരസ്ഥലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ഇത് ദർശിപ്പാനിടയാകുന്നതിനാൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യത്തിൽ ആ ക്ലാസ്സുകൾ നന്നായി എടുക്കുവാനും അനേകർക്ക് അത് പ്രയോജനപ്പെടുവാനും ഇടയാക്കുന്നതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നും ഞങ്ങൾ നിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. കർത്താവെ, ഈ സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമേ, ശ്രദ്ധിക്കുന്ന ഏവരെയും ദൈവവരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രിയ ദൈവദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവചനം ആധാരമാക്കി എടുക്കുന്ന ബൈബിൾ ക്ലാസ്സുകൾ, എൻ്റെ ദൈവമേ, നിൻ്റെ ആത്മാവിൽ എഴുതിയ വചനങ്ങൾ നിൻ്റെ അതേ ആത്മാവിൽ ശുശ്രൂഷിക്കുവാനും ശ്രദ്ധിക്കുന്നവർക്ക് അതേ പ്രചോദനം ഉണ്ടാകുവാനും ദൈവമിടയാക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, നിൻ്റെ ആത്മാവിൻ്റെ ഒരു പുതിയ ശക്തിയിൽ, പ്രത്യേക ആത്മനിയോഗത്തിൽ ദൈവമേ, നീ അത് നിൻ്റെ ദാസൻ്റെ മേൽ പകർന്ന് ജയിച്ചെടുക്കുവാൻ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഇവിടെ നടക്കുന്ന ഇതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥന, വചനത്തിൻ്റെ ആഴങ്ങൾ, പഠിപ്പിക്കൽ, എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവസാന്നിധ്യം നൽകണം. വചനം ക്ലാസ്സായി എടുക്കുവാൻ നിന്റെ ദാസനെ ശക്തീകരിക്കണം. എല്ലാത്തിൻ്റെയും മഹത്വം കർത്താവിന് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായി സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമ്മൾ അല്പസമയം കർത്താവിനെ പാടി ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. നാം ആയിരിക്കുന്ന ഇടത്ത് നമ്മുടെ കർത്താവിനെ പാടി നമുക്ക് മഹത്വപ്പെടുത്തുവാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി ഫിന്നിയെ ടീമിനെ കർത്താവ് ക്ഷണിക്കുന്നു. കർത്താവിനെ ധാരാളമായി സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 9ാമത്തെ ആഴ്ചക്കാലം പ്രൈസ് ദി ലോർഡ് പ്രാരംഭ നിമിഷങ്ങളിൽ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ നാം ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. രാജാതിരാജാവിന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് സങ്കീർത്തനം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ ഇന്ന് പ്രാരംഭ നിമിഷങ്ങളിൽ നമുക്ക് പാടി സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാതിലുകൾ നമ്മുടെ മുമ്പിൽ പലതും അടയുമ്പോൾ അതിന് മധ്യത്തിൽ പുതുവഴികളെ തുറക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആഴികളിൽ വഴിയൊരുക്കുന്നവനാണ്. വലങ്കൈ പിടിച്ച് നമ്മെ വഴി നടത്തുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ ഒരുമിച്ച് നമുക്ക് പാടി സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണ, യേശു കണ്ണുനീരവൻ തുടങ്ങി. കരുതും അവൻ നല്ല ഓഹരി, കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ
തുടയ്ക്കും. എൻ്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരാവി തുടയ്ക്കും. വഴിയൊരുക്കുന്നവൻ ആഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. ആമേൻ. വഴിയൊരുക്കും അവൻ ആഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരാവി തുടയ്ക്കും. എൻ്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരാവി തുട. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവ മാറുകില്ല. ആമേൻ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവ മാറുകില്ല. വാനവും ഭൂമി മാറിയിടുമേ. വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമി മാറിയിടുമേ. വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരാവൻ തുടയ്ക്കും. എൻ്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരാവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാൽ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടോ. അടിപ്പിണരാൽ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കാരും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരാവൻ തുടയ്ക്കും. എൻ്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരാവൻ തുടയ്ക്കും. ദൈവകൃപയിൽ ഞാൻ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും. അവനോട് ചുവടുകളെ അനുഗമിച്ചിടും. അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഏകലോകമോ അരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ. ഏകലോകമോ അരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും. അവനോട് ചുവടുകളെ അനുഗമിച്ചിടും. അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ.
മതിയായവൻ എന്നെ കരുതുന്ന കർത്തൻ. വിശ്വാസത്തോടെ പറഞ്ഞേ, എത്ര നല്ലവൻ, മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്, എത്ര മതിയായവനാണ്, നമ്മെ കരുതുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ തളരാതെ ഓടുവാൻ ബലം പകരുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ആ നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്? ഇന്ന് രാത്രി കാലവും നമ്മെ വിടുവിക്കുന്നവൻ ആ കർത്താവ്. ആ കർത്താവിന്റെ പാദമെടുത്ത് നമുക്കൊന്ന് ആശ്രയിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങയുടെ കൃപ മാത്രമാണ് കർത്താവേ ഈ ജീവിതയാത്രയിൽ മുന്നേറുവാൻ എനിക്ക് മതി. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് വീണ്ടും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ വെറുത്തിടാൻ, പാപത്തെ ജയിക്കുവാൻ, ശത്രുവോട് എതിർക്കുവാൻ അങ്ങയുടെ കൃപ മാത്രം മതി കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചേർന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ
ശത്രുവയോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ ജയിച്ചിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, തിരുകൃപ മതി എനിക്ക്. ഹല്ലേലൂയ. ആമേൻ. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, തിരുകൃപ മതി എനിക്ക്. ആമേൻ. നാഥാ നീ മതി എനിക്ക്. ഹല്ലേലൂയ. നിൻ കൃപ മതി എനിക്ക്. ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധമേ സ്വർഗ്ഗപിതാവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങേ വീണ്ടും സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന പ്രാരംഭ നിമിഷങ്ങളിൽ കർത്താവിനെ പാടി ആരാധിപ്പാൻ ഞങ്ങൾക്ക് നൽകി നല്ല കൃപകൾക്കായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ജീവന്റെ വചനം കേട്ട് ചൈതന്യം പ്രാപിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതിനെ ദാസന്മാരെ ബലപ്പെടുത്തണം, അധികാരത്തോടെ അവരെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിവിധയിടങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ സ്ഥാനത്തിന് മറവിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ട കൃപകൾക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാം ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധാനത്തിൽ ആയിരുന്ന ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ച ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹത്തെയും കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ അഭിഷിക്തൻ കൂടുതൽ കുഞ്ഞുമോൻ പാസ്റ്ററെ ഈ കൂട്ടായ്മ ഈ ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ബ്രദർ ടിറ്റോ ബ്രദർ ഇന്ന് നമ്മോട് കൂടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രദർ ടിറ്റോയെയും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ഈ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. 7 സഭകൾക്കുള്ള ദൂത് അതായിരുന്നു നമ്മുടെ വിഷയം. കഴിഞ്ഞ ആഴ്ചയിൽ തുയത്തേര സഭയ്ക്കുള്ള ദൂതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ കേൾപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവരുടെ നന്മ എന്താണ്, തിന്മ എന്താണ്, അവരെ ബുദ്ധി ഉപദേശിക്കുന്നതായിട്ട് അവരുടെ പാരിതോഷം, അങ്ങനെ വിവിധ നിലകളിൽ നന്നായി ക്ലാസ്സുകൾ എടുക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ അഭിഷിക്തനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചു. ദൈവത്തിന്റെ കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ അനിയൻ വർഗീസ് അവരുടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിക്കും, വചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുകയും ക്ലാസ്സുകൾ നയിക്കുകയും ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദത്തിലായിരിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കുമാണ്.
നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഷാർജ ദൈവസഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാല കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ജോൺ മാത്യു അവറുകളും കുടുംബവും, അതുപോലെ ഇന്ന് വിശേഷാൽ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ കൂടൽ കുഞ്ഞുമോൻ അവറുകൾ, ആ സ്ഥലം സഭയിലെ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അതുപോലെ മറ്റാരെങ്കിലും സംബന്ധിക്കുന്നെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ സ്നേഹത്തോട് വളരെ വിനയത്തോട് സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വീണ്ടും നമുക്ക് കർത്താവിന്റെ പാദത്തിലേക്ക് വരുവാൻ, ഒരുമിച്ച് ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ എല്ലാ സാവകാശത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണ ഞാൻ ഓർക്കുന്ന പോലെ ഷാർജയിൽ വളരെ ബന്ധപ്പാടുകളുടെ നടുവിലാണ് പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് എന്ന് എനിക്കറിയാം. ജോലിയൊക്കെ കഴിഞ്ഞും ചിലപ്പോൾ ജോലിയിൽ നിന്ന് വളരെ വേഗം യാത്ര ചെയ്തും ഒക്കെ വന്നാണ് സംബന്ധിക്കുന്നതിന്റെ അതിന്റെ എല്ലാ നന്മയും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നത്, ദൈവഹിതമായാൽ ഞാൻ പവർ വിഷനിൽ ഒരു പുതിയ ബൈബിൾ സ്റ്റഡി ആരംഭിക്കുകയാണ്. ഈ 1-ാം തീയതി മുതൽ യാക്കോബിന്റെ ലേഖനമാണ് നമ്മൾ ക്ലാസ്സുകളായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 7 മുതൽ 7:30 വരെയാണ് അതിന്റെ സമയം. പവർ വിഷനിൽ നിന്ന് എന്നോട് ആവശ്യപ്പെടുകയും ഇന്ന് പോയി 4 എപ്പിസോഡുകൾ 4 ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തുട്ടാണ് ഞാൻ വന്ന് പ്രാർത്ഥനയോട് ഞാൻ വൈകിട്ടത്തെ നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി ഒരുങ്ങുകയും കർത്താവ് സഹായിക്കുകയും ചെയ്തു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയിൽ എളിയവനെയും ഓർക്കണമേ. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ തുയത്തര സഭയ്ക്കുള്ള ദൂതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച് തുടങ്ങിയത്, പക്ഷെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഓരോ സഭയ്ക്കുള്ള ദൂതും ഓരോ ക്ലാസ്സായിട്ട് തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ ചിലപ്പോൾ അത് സാധിക്കാതെ വരികയാണ്. കഴിഞ്ഞ ആഴ്ച ആ സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയുണ്ടായി. നമ്മൾ ഓരോ സഭയ്ക്കുള്ള ദൂതും 5ആയി വിഭജിച്ചാണ് പഠിക്കുന്നത്. 1, കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു. 2, അവർക്ക് നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു. 3, അവർക്ക് തിന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു. 4, അവർക്കൊരു ഉപദേശം. മൊബൈൽ ചരിഞ്ഞു പോയതാ. മൊബൈൽ തിരിച്ചു വെച്ചാൽ മതി. ഓക്കെ. ഇടയ്ക്കൊരു കോള് കയറി വന്നത് മുഖാന്തരം ഒരു ശകലം ഡിസ്റ്റർബൻസ് ഉണ്ടായി. 4, അവർക്ക് ബുദ്ധി ഉപദേശം കൊടുക്കുന്നു. 5, അവർക്കൊരു പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. ക്ലിയർ ആണ്. വളരെ കേൾക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാം. വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാം. ഞാനൊന്ന് ഒരു മിനിറ്റ് ഞാനൊന്ന് ഇറങ്ങിയിട്ട് കയറുകയാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് പറയുന്നത് എനിക്ക് കേൾക്കത്തില്ല. ഇറങ്ങിയിട്ട് കയറി. Hallelujah. മ്യൂട്ട് മാറ്റാ ചാച്ച, മ്യൂട്ട് മാറ്റിക്കോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇടയ്ക്ക് ഒരു കോള് വന്നു കഴിഞ്ഞാൽ
സാധാരണ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുമെങ്കിൽ അവിടെ നിന്ന് പറയുന്നത് കേൾക്കാതെ പോകും. വാക്യമൊക്കെ വായിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ചു കയറുമായിരുന്നു. ഇപ്പോൾ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച 3 കാര്യങ്ങളെ തുയത്തേര സഭയുള്ള ബന്ധത്തിൽ പഠിച്ചുള്ളൂ. 1, കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു. 2, അവരുടെ നന്മ. 3, തിന്മ. ഇന്ന് നമ്മൾ 4ാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്, അഥവാ ബുദ്ധി ഉപദേശം എന്ന വിഷയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ബുദ്ധി ഉപദേശം എഴുതിയിരിക്കുന്നത് 2ാം അധ്യായത്തിന്റെ 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ്. അതിൽ തന്നെ അത് 2ആയിട്ട് തിരിച്ചു പഠിക്കുന്നത് നന്നായിരിക്കും. 1, ഈസബേലിന്റെ ഉപദേശം കേൾക്കുന്നവർക്ക്, അവളെ ഫോളോ ചെയ്യുന്നവർക്ക്, അവളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന ബുദ്ധി ഉപദേശം. 2, അവളുടെ ഉപദേശം കേൾക്കാത്തവർക്ക് കൊടുക്കുന്ന ഉപദേശം. ഇങ്ങനെ അത് 2ആയിട്ട് ഒന്ന് തിരിച്ചു പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നില്ല, നമുക്ക് സമയം അത്രയും നഷ്ടമാകുമല്ലോ, അതുകൊണ്ടാണ്. ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ സ്ഥലം സഭയോട് ഉള്ള ബന്ധത്തിൽ വലിയൊരു തിന്മ അവിടെ ചൂണ്ടിക്കാണിച്ചത്, ഈസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ദൈവം നിയോഗിക്കാത്ത ഒരു സ്ത്രീയെ ദൈവത്തിന്റെ ദാസന്മാരെ ഉപദേശിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ തെറ്റായ വഴിയിലേക്ക് ദൈവസഭയെ നയിക്കത്തക്കവണ്ണം, ദുർനടപ്പിലേക്ക്, അതുപോലെ തന്നെ വിഗ്രഹാർപ്പിതം തിന്നുന്നതിലേക്ക് ഒക്കെ നയിക്കത്തക്കവണ്ണം ഉപദേശിക്കുന്നു. അത് തുടരാൻ ആ സഭ അനുവദിക്കുന്നു എന്ന വലിയൊരു കുറ്റം ആ സ്ഥലം സഭയെക്കുറിച്ച് പറയുകയുണ്ടായി. അതിനുശേഷം അവർ കൊടുക്കുന്ന ബുദ്ധി ഉപദേശമാണ്. നമ്മൾ ഓർത്തതുപോലെ ബുദ്ധി ഉപദേശം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ് കാണുന്നത്. അതിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചു പഠിക്കുന്നു. 1, ഈസബേലിനോട് ചേർന്ന് നിൽക്കുന്നവർ, അവർക്കുള്ള ബുദ്ധി ഉപദേശം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. അത് ഒന്ന് ഓർത്ത ശേഷം പിന്നെ അടുത്ത ഭാഗത്തേക്ക് പോകാം. 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ് ഈസബേൽ എന്ന ദുഷ്ട സ്ത്രീയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്ന ബുദ്ധി ഉപദേശം. വായിക്കാം, 21 മുതൽ 23 വരെ. അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളെ പ്രവർത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. അത്രയും മതി. ഇത് നമ്മൾ ഓർത്തതുപോലെ ആ ദുഷ്ട സ്ത്രീയോട് ചേർന്ന് നിൽക്കുന്ന, അവളുടെ ആലോചന കേൾക്കുന്ന, അവളുടെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുകയും അവളോട് ചേർന്ന് നിന്ന് പാപം ചെയ്യുകയും ചെയ്യുന്നവർക്കുള്ള ബുദ്ധി ഉപദേശമാണ്. അവിടെ പ്രധാനമായിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നത് മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. നമ്മൾ ആ ഭാഗത്ത് കാണുന്നത് മാനസാന്തരപ്പെടാൻ ആ സ്ത്രീക്ക് അവസരം കൊടുത്തു എന്നുള്ളതാണ്. ആ സ്ത്രീക്കും അവളോട് ചേർന്ന് നിൽക്കുന്നവർക്കുമൊക്കെ കൃപായുഗത്തിലെ ഒരു വലിയ അനുഗ്രഹമാണിത്. പഴയ നിയമകാലത്ത് നമുക്കറിയാം, പലപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ടാണ് ശിക്ഷ കൊടുക്കുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ശിക്ഷ കൊടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ പുതിയ നിയമം കൃപായുഗമായതുകൊണ്ട് നമുക്ക് തെറ്റ് പറ്റിയാൽ, അബദ്ധം പറ്റിയാൽ എപ്പോഴും മാനസാന്തരപ്പെടാൻ, മടങ്ങി വരാൻ, പശ്ചാത്തപിക്കുവാൻ, ദൈവത്തോട് ക്ഷമ ചോദിച്ച് പരിഹാരം വരുത്തുവാനുള്ള അവസരം ദൈവം തരും എന്നുള്ളതാണ്. എന്നാൽ നമ്മളത് പ്രയോജനപ്പെടുത്തണം. ഇവിടെ ആ സ്ത്രീയെ പറ്റി നമ്മൾ വായിച്ചത് അവൾക്കതിന് മനസ്സില്ല എന്നുള്ളതാണ്. സമയം കൊടുത്തു മാനസാന്തരപ്പെടാൻ, പശ്ചാത്തപിക്കാൻ സമയം കൊടുത്തു. അവൾ മാനസാന്തരപ്പെട്ടില്ലെന്ന് മാത്രമല്ല, മാനസാന്തരപ്പെടാനുള്ള മനസ്സുമില്ല എന്നുള്ളതാണ്. പിന്നെ സ്വർഗത്തിലെ ദൈവം ശിക്ഷിക്കുകയേ ഉള്ളൂ. അവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം നമുക്ക് നമ്മുടെ ഭാഗത്ത് ഏതെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അവസരം തരുമ്പോൾ അതിന്റെ ദൈർഘ്യം നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവം എത്ര നാളേക്കാ നമുക്ക് തന്നിരിക്കുന്നത്, എത്ര ദിവസമാണ്, എത്ര മാസമാണ് നമുക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ആയിരിക്കും എനിക്ക് തന്ന അവസരത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂർ.
ഇന്നായിരിക്കും അത്. അതുകൊണ്ട് ഇനി ഞാൻ നീട്ടിവെക്കരുത്. ഏതെങ്കിലും കാര്യം പരിഹരിക്കാനുണ്ടെങ്കിൽ, ഏതെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ, ക്ഷമ ചോദിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുണ്ടെങ്കിൽ അത് നാളത്തേക്ക് വെക്കരുത്, അടുത്ത മണിക്കൂറിലേക്ക് വെക്കരുത്. കാരണം നമുക്കറിഞ്ഞുകൂടാ നമുക്ക് തന്ന കൃപയുടെ അവസരം, ആ ഗ്രേസ് പീരീഡ് എപ്പോഴാ തീരുന്നത് എന്ന് എത്രയും പെട്ടെന്നത് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവർ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിയുപദേശമാണത്. നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഒന്നോ രണ്ടു പേരെ ഞാനൊന്ന് ഓർപ്പിക്കാം. മാനസാന്തരപ്പെട്ടവർ, പശ്ചാത്തപിച്ചവർ, ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ട് പോലും മാനസാന്തരപ്പെട്ടവരോട് ദൈവം ക്ഷമിക്കുകയും പിൽക്കാലത്ത് അവർ ഏറ്റവും പ്രയോജനകരമായി ഉപയോഗിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ തിരുവെഴുത്തിൽ കാണാൻ കഴിയും. അതിലൊന്ന് ദാവീദാണ്. വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ദൈവസന്നിധിയിൽ കരഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ ദൈവം അത് ക്ഷമിക്കുകയും ദാവീദിനെ ഒട്ടും കുറയാതെ മുൻകാലത്തേക്കാൾ ഏറെ പ്രയോജനമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തത് നമുക്ക് അറിയാം. അതുപോലെ തന്നെ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ആ തെറ്റ് അവൻ ബോധ്യപ്പെടുകയും എത്രയും പെട്ടെന്ന് അവൻ കണ്ണുനീരോടെ അതിദുഃഖത്തോടെ കരഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്തു. പത്രോസിനോട് ദൈവം ക്ഷമിച്ചു എന്ന് മാത്രമല്ല, പത്രോസിനെ മുൻകാലങ്ങളെക്കാൾ പിന്നീട് ഏറെ കർത്താവിന് പ്രയോജനമുള്ളവനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ബുദ്ധിയുപദേശത്തിനും ദൃഷ്ടാന്തത്തിനുമായിട്ട് തന്നിരിക്കുന്നതാണ്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തി. എന്നാൽ മാനസാന്തരപ്പെടാഞ്ഞ പലരുണ്ട്. കയീനെ കുറിച്ച് നമുക്കറിയാം. കയീൻ സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു. നമ്മള് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മഹാദയും കരുണയും പഴയ നിയമകാലമാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയും. യഹോവയായ ദൈവം നേരിട്ട് കയീന്റെ അടുത്തേക്ക് വന്ന് നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുന്നു. കയീന്റെ മറുപടി, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്നാണ്. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. കയീൻ ദൈവത്തോട് പറയുകയാണ്, യഹോവയായ ദൈവമേ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ അവനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദൈവം അവനോട് ക്ഷമിക്കുമായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. എന്നാൽ അതിന് പകരം പശ്ചാത്തപിക്കാൻ, മാനസാന്തരപ്പെടാൻ അവസരമില്ലാതെ അവന് ചെയ്തത്, ഞാൻ അവന്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ച ദൈവത്തോട് മറുതലിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിൻ്റെതായ ശിക്ഷ അവൻ ഏറ്റുവാങ്ങേണ്ടതായി വന്നു എന്ന് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യൂദയുടെ മാനസാന്തരത്തെ കുറിച്ച് നമുക്ക് ലേറ്റ് ആണ് ഒന്ന്, മറ്റൊന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ളത് അല്ല എന്നുള്ളതുമാണ്. അവനും ഏറ്റവും ദുരന്തത്തിലേക്ക് പോകേണ്ടി വന്നു, അത് നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെയുള്ള ബുദ്ധി ഉപദേശം, നമുക്ക് തെറ്റുകൾ പറ്റാം അന്ന് നമ്മൾ ഓർക്കണം. കാരണം 1 യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ചാൽ പോലും അബദ്ധങ്ങൾ പറ്റാം, മനഃപൂർവ്വമല്ല. ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റാം, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, പെട്ടെന്ന് അങ്ങനെ അസൂയ തുടങ്ങിയുള്ള പല കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ചില 1-2 ഓർപ്പിച്ചെന്നേ. അത് എന്ത് തന്നെ ആയാലും ദൈവത്തോട് ക്ഷമ ചോദിച്ച് കരഞ്ഞുപേക്ഷിക്കുവാൻ ഇടയാകണം. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് നീതീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അവൾ മാനസാന്തരപ്പെട്ടില്ല, അതിന് മനസ്സുമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാനസാന്തരപ്പെടാൻ അവൾക്കും അവളോട് കൂടെ നിൽക്കുന്നവരോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ ചെയ്യുമെന്ന് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. ഒന്ന്, അവരെ വലിയ കഷ്ടത്തിൽ ആക്കിക്കളയും എന്ന് കാണുകയാണ്. അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. വലിയ കഷ്ടം, ഏതൊക്കെ തരത്തിലുള്ള കഷ്ടത നമുക്ക് അറിഞ്ഞുകൂടാ. അത് രോഗമാകുന്ന കഷ്ടതയാണോ, മറ്റു വലിയ പ്രതിസന്ധികളാണോ, എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കഠിനമായി ദൈവം ശിക്ഷിക്കും. നിലവിളിച്ച് കരയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകും. അതിനൊരിക്കലും ഇടം വരരുത്. അത് കർത്താവ് അനുവദിച്ച ഗ്രേസ് പീരീഡിനുള്ളിൽ തന്നെ, എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും വീഴ്ച ദൈവത്തോടുള്ള ബന്ധത്തിലോ നമ്മുടെ സഹോദരങ്ങളുള്ള ബന്ധത്തിലോ മനുഷ്യരോടുള്ള ബന്ധത്തിലോ എന്തെങ്കിലും വന്നെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ടത് ദൈവത്തോടും, മനുഷ്യരോട് ക്ഷമ ചോദിക്കേണ്ടത് മനുഷ്യരോട് ചോദിച്ച് പരിഹാരം വരുത്തിക്കൊള്ളണം. നീട്ടിവെക്കരുത്. ഇല്ലെങ്കിൽ വലിയ കഷ്ടത്തിലാക്കി കളയും, അഥവാ കഠിനമായി ശിക്ഷിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ദൈവത്തിന്റെ ശിക്ഷയിൽ
അത് മരണശിക്ഷയും ഉണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ദൈവം ശിക്ഷിക്കുമ്പോൾ അത് ചിലപ്പോൾ മരണശിക്ഷയുമാകാം. നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് പറയാം. 1 കൊരിന്ത്യർ 11:30 ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 11:30. പരിചയമുള്ള വാക്യമാണ്. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. മതി. ഞാൻ ആ ഭാഗം അധികമായിട്ട് വിശദീകരിക്കുന്നില്ല. അത് ഏറെ വിശദീകരിക്കാവുന്നതാണ്, പക്ഷെ അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അവിടെ അയോഗ്യമായി കർത്തൃമേശയിൽ സംബന്ധിക്കുന്നവരോടുള്ള ബന്ധത്തിലുള്ള ശിക്ഷയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അയോഗ്യമായി എന്ന് പറഞ്ഞാൽ അതിന്റെ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ കർത്തൃമേശയിൽ സംബന്ധിക്കുന്നവർക്കുള്ള ശിക്ഷയെ പറ്റിയാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സമയത്തിന് വരാമായിട്ടും സമയത്തിന് വരാതെയാണെങ്കിൽ വന്നിട്ട് ചെയ്യേണ്ട ആ സജീവമായി അവിടെ സംബന്ധിക്കാതെയാണ് കർത്തൃമേശയിൽ സംബന്ധിക്കുന്നതെങ്കിൽ അതായത് പാടുന്ന കാര്യത്തിൽ, സ്തോത്രം ചെയ്യുന്നതിൽ, പിന്നെ ആരാധനാ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിൽ ഒക്കെ അലക്ഷ്യമായിട്ടിരുന്നിട്ടാണ് കർത്തൃമേശയിൽ സംബന്ധിക്കുന്നെങ്കിൽ അതെല്ലാം അയോഗ്യമാണ്. ദൈവത്തോടുള്ള ബഹുമാനക്കുറവിൽ നിന്നുണ്ടാകുന്നതാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഏറെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ എന്തൊക്കെയാ ശിക്ഷയെന്ന് കണ്ടു. ബലഹീനത, രോഗം, നിദ്ര. ആ നിദ്ര എന്നോട് പറഞ്ഞിരിക്കുന്ന മരണമാണ്. അപ്പൊ മരണശിക്ഷ വരെ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും മരണശിക്ഷ തരുന്നത് എന്ന് ചിന്തിച്ചാൽ, നമ്മളെ വെച്ചോണ്ടിരുന്ന് ഇനി പാപം ചെയ്യാൻ ദൈവം അനുവദിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അത് ചെയ്യുന്നത്. നമ്മളെ പിന്നെയും ഭൂമിയിൽ നിലനിർത്തിയിട്ട് പിന്നെയും പാപം ചെയ്യാൻ ഇടവരരുത്. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റിക്കളയും. അപ്പോൾ ദൈവത്തിന്റെ ശിക്ഷാവധിയിൽ മരണശിക്ഷയും ഉണ്ട് എന്ന കാര്യം മറക്കരുത്. അവിടെ അത് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ മക്കളെയും കൊന്നുകളയും എന്നാണ് നമ്മളവിടെ കാണുന്നുണ്ടത്. വലിയ കഷ്ടതയിലാക്കിക്കളയും, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. മക്കൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും അവളുടെ ഫോളോവേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവർ, അവളുടെ ഉപദേശം കേൾക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. അവളോട് ചേർന്ന് നിന്ന് പാപത്തിൽ പങ്കാളികളാകുന്ന സകലരുള്ള ബന്ധത്തിൽ അവരെ കൊന്നു കളയുന്ന ശിക്ഷയും ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തെറ്റു പറ്റരുത്. പറ്റിയാൽ എത്രയും പെട്ടെന്ന് കർത്താവിനോട് ക്ഷമ ചോദിച്ച് പരിഹാരം വരുത്തണം, മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന്റെ അർത്ഥം നമ്മൾ ശരിക്ക് നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അകത്തുമാറ്റം വരണം. അത് വന്നു എന്നറിയുന്നത് ദൈവമാണ്. നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം. അതുകൊണ്ട് ദൈവം നോക്കുമ്പോൾ മാനസാന്തരം വന്നു എന്ന് മനസ്സിലാക്കണം. മനുഷ്യർ നോക്കുമ്പോഴല്ല. ആ നിലയിൽ നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി 22, 23 ഒരു പ്രത്യേക കാര്യങ്ങളുണ്ട്. 22-ാം വാക്യവും 23-ാം വാക്യവും വായിക്കുമ്പോൾ വായിക്കാതെ ഞാനങ്ങ് പറയണേ. 22-ൽ അവളുടെ ഒരു പ്രവൃത്തിയെ പറ്റി അവിടെ പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് രഹസ്യമാണ്. പക്ഷെ ആ രഹസ്യം ദൈവം അറിയുന്നു എന്നുള്ളതാണ്. അതിന് ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ആ രഹസ്യമായി ചെയ്യുന്ന ആ പാപം കർത്താവ് കാണുന്നുവെന്നും അതിനെ ശിക്ഷിക്കുമെന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. നമ്മൾ വാക്യം വായിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നെങ്കിലും ആവർത്തിച്ച് വായിക്കാം. റോമാലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. റോമർ 2:16 ഒന്ന് വായിക്കാം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. നോക്ക്, രഹസ്യങ്ങളെ ന്യായം വിധിക്കും. നമുക്കേ ഉള്ളു രഹസ്യം. നമുക്ക് രഹസ്യം, ദൈവത്തിനൊന്നും രഹസ്യമല്ല. നമുക്കതറിയാമല്ലോ, ദൈവത്തിനൊന്നും രഹസ്യമല്ല. അതുകൊണ്ട് മനുഷ്യന്റെ രഹസ്യങ്ങളെ ന്യായം വിധിക്കും. ഇവിടെ ഏതാ പറയുന്നത്? 22-ാം വാക്യത്തിൽ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളെ ദൈവം ന്യായം വിധിക്കും. ദൈവത്തിനത് രഹസ്യമല്ല. 23-ൽ 2 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 23 ഒന്നുകൂടെ വായിക്കാം. 23 അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. നോക്കുക, ശിക്ഷിക്കുന്ന മറ്റു 2 കാര്യങ്ങൾ. ഒന്ന് രഹസ്യം, അത് 22-ാം വാക്യം. 23-ാം വാക്യത്തിൽ ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സകല ചിന്തകളും, നമ്മൾ നേരത്തെ അത് ഓർത്തിട്ടുണ്ട്.
നമ്മുടെ ചിന്തകളെ അറിയുന്നവൻ. 139 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ദൂരത്തിരുന്ന് നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്നു. ലൂക്കോസ് 5:22 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ ചിന്തകളെ അറിഞ്ഞു എന്ന്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ആ ചിന്തകൾ, വിചാരങ്ങളൊക്കെ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. അതൊന്നും നമുക്ക് മറച്ചു വെക്കാൻ കഴിയുന്നില്ല. അപ്പോൾ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ചിന്തകൾ, പിന്നെ പ്രവർത്തികളെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെയൊക്കെ ന്യായം വിധിക്കും എന്ന് നമ്മൾ അറിയണം. തിരുവഴുത്തിൽ നിന്ന് ആ വാക്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടത് ആവർത്തിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അവിടെ ഒരു കാര്യം കൂടെ കാണുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, ഇനിയും ഈ ഉപദേശം കൈക്കൊള്ളാത്തവർക്കുള്ള, ഈ സ്ത്രീയുടെ, ഈസബേലിന്റെ ഉപദേശം കൈക്കൊള്ളാത്തവർക്കുള്ള ബുദ്ധിയുപദേശത്തോടെ കാണുന്നുണ്ട്. അത് 24-25 വാക്യങ്ങളിലാണ് വായിക്കാം. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. അത് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ ഓർത്തതുപോലെ ബുദ്ധിയുപദേശമാണ്. പക്ഷെ ആ ബുദ്ധിയുപദേശം കൊടുക്കുന്നത് ഈ സ്ത്രീയോട് ചേർന്ന് നിൽക്കാത്തവർക്ക് കൊടുക്കുന്ന ബുദ്ധിയുപദേശമാണ്. എന്ന് പറഞ്ഞാൽ തുയത്തൈര സഭയിലുള്ള എല്ലാവരും ഈ സ്ത്രീയുടെ ഉപദേശം കേൾക്കുന്നില്ല, എല്ലാവരും ഈ സ്ത്രീയുടെ ഫോളോവേഴ്സ് അല്ല, എല്ലാവരും ഈ സ്ത്രീയോട് ചേർന്ന് നിൽക്കുന്നില്ല, എല്ലാവരും അവരുടെ പാപത്തിൽ പങ്കാളികളാകുന്നില്ല. ചിലർ അവിടെ വേറിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ കണ്ടല്ലോ, 19-ാം വാക്യം 18-19 ഒക്കെ വായിച്ചപ്പോൾ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട നല്ല സ്വഭാവം ഉള്ള, അനുഗ്രഹിക്കപ്പെട്ട പല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, സത്പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സ്ഥലസഭയാണത്. അതുകൊണ്ട് അവളോട് ബന്ധപ്പെടാതെ നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന ബുദ്ധി ഉപദേശമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും, അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി, അവളുടെ ഉപദേശം കേട്ട് സാത്താന്റെ കയ്യിൽ വീഴാത്തവർ എന്നുള്ള ആശയം മനസ്സിലാക്കിയാൽ മതി. അതാണ് അതിന്റെ അർത്ഥം. അത് തന്നെയാണ്. അപ്പൊ സാത്താന്റെ കയ്യിൽ വീഴാത്തവർ, അവരോട് പറഞ്ഞിരിക്കുന്നത് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല എന്ന് പറഞ്ഞാൽ, പുതുതായി എന്തെങ്കിലും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ശ്രദ്ധിച്ചാൽ മതി, സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങളോട് പറയുന്നില്ല. എന്നിട്ട് പിന്നെ അടുത്ത് പറയുന്നത്, എങ്കിലും നിങ്ങൾക്കുള്ളത് എന്താ? നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ള നന്മ. അതെന്താ? അത് 19-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എങ്കിലും നിങ്ങൾക്കുള്ളത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. നോക്കുക, നിങ്ങൾക്കുള്ളത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സത്പ്രവൃത്തികള്, നിങ്ങളുടെ സ്നേഹം, സ്നേഹത്തിന്റെ പ്രവൃത്തി, നിങ്ങളുടെ വിശ്വസ്തത, നിങ്ങളുടെ സഹിഷ്ണുത, ശുശ്രൂഷ, അതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അതെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? അത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഞാൻ വരും വരെ, കർത്താവിന്റെ വരവ് വരെ നിങ്ങളത് തുടരണം എന്ന് പറഞ്ഞാൽ, അവരുടെ മരണം വരെ, അവർ മരിക്കുന്നതിന് മുമ്പ് കർത്താവ് വന്നാൽ കർത്താവ് വരുന്നവരെ, അല്ലെങ്കിൽ അവരുടെ മരണം വരെ. നോക്കുക, ഇത് നമുക്കുള്ള ഉപദേശമാണ്. നമ്മൾ ചിന്തിച്ചല്ലോ, ഓരോ സ്ഥലം സഭയ്ക്കുള്ള ദൂതും നമ്മുടെ സഭയ്ക്കുള്ള ദൂതാണ്. ഓരോ സ്ഥലം സഭയ്ക്കുള്ള ദൂതും വ്യക്തിപരമായി നമുക്കുള്ളതാണ്. മറന്നിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കണം. നമ്മൾ സത്പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. സ്നേഹം വാക്കിലല്ല, സത്യസന്ധമായ പ്രവൃത്തിയിലൂടെ ദൈവസ്നേഹം വെളിപ്പെടുത്തുന്നവരായിരിക്കണം നമ്മൾ. 3, നമ്മൾ വിശ്വസ്തത പുലർത്തുന്നവരായിരിക്കണം. ദൈവത്തോട്, ദൈവവചനത്തോട്, സമൂഹത്തോട്, നമ്മളോട് തന്നെ വിശ്വസ്തത പുലർത്തുന്നവരായിരിക്കണം. നമ്മൾ ശുശ്രൂഷിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണണം. നമുക്ക് എന്തൊക്കെ നിലയിൽ, ഏതൊക്കെ നിലയിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ കഴിയുമോ, സേവിക്കാൻ കഴിയുമോ, സഹായം ചെയ്യാൻ കഴിയുമോ, അതൊക്കെ ചെയ്യുന്നവരായിരിക്കണം നമ്മൾ.
അതുപോലെ തന്നെ വളരെ സഹിഷ്ണുതയുള്ളവരായിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ സഹിഷ്ണുതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഓർത്തു. അപ്പൊ ഇതൊക്കെ അവര് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് അന്ന് നമ്മൾ ചിന്തിച്ചാണ് ഒന്ന് പരിശോധിച്ചോണം. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മളത് ചെയ്യുന്നവരായിരിക്കണം എന്ന് മാത്രമല്ല, അത് കർത്താവ് വരുന്നവരെ എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് കർത്താവ് വന്നാൽ അതുവരെ, അല്ല മരണം അതിനു മുമ്പ് സംഭവിച്ചാൽ മരിക്കുന്നത് വരെ അത് തുടരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളെ തുടർ പുതിയൊരു ഭാരം നിങ്ങളുടെ മേൽ വെക്കുന്നില്ല, പുതുതായി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ പറയുന്നില്ല. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കുള്ളത് ഞാൻ വരുന്നത് വരെ നിങ്ങൾ തുടരണം എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ കർത്താവാണ് പറയുന്നത്. കർത്താവിന്റെ കൽപ്പനയുടെ പ്രത്യേകത നമുക്കറിയാം, അത് രാജ കൽപ്പനയാണ്, നിഷേധിക്കാൻ പറ്റില്ല. നിങ്ങൾ തുടരണം. അതാണ് അവർക്ക് കൊടുക്കുന്ന ബുദ്ധി ഉപദേശം. ആർക്ക്? ഈ സ്ത്രീയുടെ ഉപദേശം കേൾക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന, ബലപ്പെട്ട് നിൽക്കുന്ന അവർക്കുള്ള ഉപദേശം. ഇനി നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് അവരുടെ പാരിതോഷികത്തെ പറ്റിയാണ്. 5-ാമത്തെ ഭാഗം അവർക്ക് കൊടുക്കുന്ന പാരിതോഷികം. 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അതിനായിട്ട് വായിക്കാം. 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ അവർക്ക് കൊടുക്കുന്ന പാരിതോഷികം, വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പാരിതോഷികം 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് ജാതികളുടെ മേൽ അധികാരം കൊടുക്കുക എന്നുള്ളതാണ്. അവിടേക്ക് വരാം. ആർക്കാണ് കൊടുക്കുന്നത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് ജാതികളുടെ മേൽ അധികാരം കൊടുക്കും എന്നാണ് വായിച്ചത്. അപ്പൊ ജയിക്കുകയും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെടുക എന്നാണ് അതിലെ അർത്ഥം. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, രക്ഷിക്കപ്പെടുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികൾ, ഏതാണ് കൽപ്പിച്ചത്? 19-ാം വാക്യത്തിൽ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് തുടരാൻ പറഞ്ഞു. അത് തുടരാനായിട്ട് 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 25, 26 പറയുന്നു. അത് അങ്ങനെ തന്നെ അവർ തുടർന്നാൽ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവൃത്തികൾ അവര് അവസാനത്തോളം, അവരുടെ മരണം വരെ അവർ തുടർന്നാൽ അവർക്ക് ജാതികളുടെ മേൽ അധികാരം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? ജാതികളുടെ മേൽ അധികാരം ലഭിക്കും എന്ന് പറഞ്ഞാൽ അല്പചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശ്രദ്ധിച്ചെങ്കിലേ മനസ്സിലാകുകയുള്ളൂ. നമ്മളെല്ലാം നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ്. അതാണ് ഇനി എത്രയും പെട്ടെന്ന് സംഭവിക്കേണ്ടത്, എത്രയും പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്കറിയാം, മനുഷ്യന് മുന്നോട്ട് ജീവിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഏത് തരത്തിൽ നോക്കിയാലും മുൻപോട്ട് പോകാൻ കഴിയാത്ത എത്രയോ തരം പനികൾ, വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും തരത്തിലുള്ള പനികൾ, അതുപോലെ തന്നെ ക്യാൻസർ ഒക്കെ പടർന്നു പിടിക്കുകയാണ്. പണ്ടൊക്കെ പനി പകരുന്നത് പോലെ ആണ് ഇത്. പകർച്ചവ്യാധി അല്ലെങ്കിലും ധാരാളമായി പേർക്ക്. അതുപോലെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, കുഴഞ്ഞു വീണ് മരിക്കുന്നത്, അതുപോലെ ദുരന്തങ്ങൾ, കാലാവസ്ഥയുടെ വലിയ വ്യതിയാനം, മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ലോകം എത്തി നിൽക്കുന്നുവെന്ന് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മൾ തലപൊക്കി നോക്കുമ്പോൾ ഇവിടെ കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ കർത്താവ് വരുന്നു, നമ്മളെ തന്റെ അടുക്കൽ ചേർക്കുന്നു. മധ്യാകാശത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നു. വാക്യങ്ങളെല്ലാം പറയുന്നില്ല, അറിയാമല്ലോ. അതായത് 1 തെസ്സലോനിക്കർ 4:16, 17, 18 അവിടെ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും, ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ പ്രതിഫലവും കൊണ്ടാണ് വരുന്നതെന്ന് വെളിപ്പാട് 22:12 നിന്നും നമ്മൾ വായിച്ചു. ഓരോരുത്തര് ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രതിഫലങ്ങളുമായിട്ടാണ് വരുന്നത്.
അപ്പോൾ അങ്ങനെ കർത്താവ് മധ്യാകാശത്തിലേക്ക് വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടുള്ളവർ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്താൽ മധ്യാകാശത്തിൽ വെച്ചുള്ള കാര്യപരിപാടി എന്ന് പറയുന്നത് നീതിയുടെ ന്യായാസനം വെച്ച്, അതാണ് 2 കൊരിന്ത്യർ 5:10 നമ്മൾ വായിക്കുന്ന അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്. നീതിയുടെ ന്യായാസനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുകയും നമുക്ക് അർഹതപ്പെട്ട പ്രതിഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ചില പ്രതിഫലങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ. വെള്ളക്കല്ലിനെ കുറിച്ച് ചിന്തിച്ചു, അതുപോലെ കിരീടങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചു. അതൊക്കെ നമുക്ക് അർഹതപ്പെട്ടതെല്ലാം തരും. അതിനുശേഷം കർത്താവ് നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോവുകയും തുടർന്ന് 7 വർഷക്കാലം ത്രിയേക ദൈവത്തിന് ചുറ്റുമിരുന്ന് ത്രിയേക ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിൽ പറയുന്നത്. ആ 7-ാം വർഷം 7 വർഷം ഇവിടെ ആരാധനയിലായിരിക്കും. 7-ാം വർഷത്തിന്റെ ഒടുവിൽ കുഞ്ഞാടിന്റെ കല്യാണം നടക്കുകയും കർത്താവും തന്റെ മണവാട്ടിയായ സഭയും ഒരുമിച്ച് ഭൂമിയിലേക്ക് വരികയും, ഭൂമിയിലേക്ക് വന്ന് പിന്നെയും ഒരു ന്യായാസനമുണ്ട്. അതിന്റെ പേര് തേജസിന്റെ സിംഹാസനം എന്നാണ്. അതിൽ പുത്രനിരിക്കും, പുത്രന് ചുറ്റും നമ്മൾ ഇരിക്കും, കാരണം നമ്മൾ മണവാട്ടിയാണ്. അതുകൊണ്ട് നമ്മളും ഇരിക്കും. തരുന്ന ഒരു ന്യായവിധിയുണ്ട്, അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതിനെ തുടർന്ന് നടക്കുന്നത് 1000 ആണ്ട് വാഴ്ചയാണ്. ആ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിൽ യഹൂദന്മാരുമുണ്ട്, ജാതികളുമുണ്ട്. നമ്മൾ ഓർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ്. പഴയ നിയമകാലത്ത് യഹൂദന്മാരെന്ന് പറഞ്ഞാൽ അത് യഹൂദ കുടുംബത്തിൽ ജനിക്കുന്നവരാണ്. യഹൂദന്മാരല്ലാത്തവരെ ജാതികൾ എന്നാണ് വിളിക്കുന്നത്, യഹൂദ കുടുംബത്തിൽ ജനിക്കാത്തവരെ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹൂദൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ എന്നാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, നാമല്ലോ പരിച്ഛേദനക്കാർ. പരിച്ഛേദനക്കാർ എന്നുള്ള വാക്ക് യഹൂദന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ നാമാണ് യഹൂദന്മാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവർ അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ് യഹൂദന്മാർ. എന്നാൽ അപ്പോൾ തന്നെ രക്ഷിക്കപ്പെടാത്തവരെയാണ് ജാതികൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ കൃപായുഗം കഴിഞ്ഞ് വരുന്ന 7 വർഷക്കാലം ഭൂമിയിൽ മഹാപീഡനകാലമാണ്. ആ മഹാപീഡന കാലം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ, പുതിയ നിയമ വിശ്വാസികൾ അതിനെ മഹാപീഡന കാലം എന്ന് പറയുമ്പോൾ, പഴയ നിയമ വിശ്വാസികൾ അല്ലെങ്കിൽ അവരോടുള്ള ബന്ധത്തിൽ അതിന് വേറൊരു പേരാണുള്ളത്. അതിന്റെ പേര് 70-ാം ആഴ്ചവട്ടം എന്നാണ്. അത് പഴയ നിയമകാലത്തിന്റെ ബാക്കി കിടക്കുന്ന ഒരു 7 വർഷമാണ്, ഒരാഴ്ചവട്ടക്കാലമാണ്. ആ 7 വർഷം യഹൂദന്റെ മാനസാന്തരത്തിന് വേണ്ടി, പ്രധാനമായിട്ട് യഹൂദനെ ശിക്ഷിച്ചും ഉപദേശിച്ചും അവരെ മടക്കിക്കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന 7 സംവത്സരമാണ്. ആ 7 വർഷത്തിന്റെ ഒടുവിൽ ജീവനോടെ ശേഷിക്കുന്ന രക്ഷിക്കപ്പെട്ടവർ, ആ കാലത്തും രക്ഷിക്കപ്പെടാനുള്ള അവസരം യഹൂദന്മാർക്കും യഹൂദന്മാരല്ലാത്തവരും ഒക്കെ ഉണ്ട്. ഞാൻ ഓർപ്പിച്ചു, പഴയ നിയമ കാലഘട്ടത്തിന്റെ ബാലൻസ് ആണ് മഹാപീഡന കാലം എന്നുള്ളത് കൊണ്ട് പഴയ നിയമത്തിലെ പോലെ തന്നെ മഹാപീഡന കാലത്ത് യഹൂദ കുടുംബത്തിൽ ജനിച്ചവർ യഹൂദന്മാരും യഹൂദ കുടുംബത്തിൽ ജനിക്കാത്തവർ ജാതികളുമാണ്. അവരിൽ നിന്ന് നീതീകരിക്കപ്പെടുന്നവരെ, നീതീകരിക്കപ്പെടുന്ന വാക്ക് ഉപയോഗിക്കാം, രക്ഷിക്കപ്പെടുന്നതെന്നും നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അവരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് ദൈവം പ്രവേശിപ്പിക്കും. 1000 ആണ്ട് വാഴ്ചയെ പറ്റി നമ്മൾ വായിക്കുന്നത് 20-ാം അധ്യായത്തിലാണ്, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ്. ആ കാലത്തിന്റെ പ്രത്യേകത ഒന്നും ഏറെ പറയാൻ പോകുന്നില്ല. പക്ഷെ ഓർക്കുക, ഇത്രയും മാത്രം ഓർക്കുക, ജനനവും മരണവും ഉണ്ട്. മനുഷ്യന്റെ ആയുസ് 1000 വർഷമായിട്ട് വർദ്ധിക്കും. അന്ന് പിശാചിനെ പിടിച്ച് പൂട്ടിയിട്ടിട്ടാണ് 1000 ആണ്ട് വാഴ്ച. യേശു കർത്താവ് യെരുശലേമിൽ ദൈവാലയം പണിത് ആ ദൈവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് തന്റെ സിംഹാസനം വെച്ച് താൻ ഭരിക്കുകയാണ് ചെയ്യുന്നത് ആ 1000 വർഷക്കാലം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതിലേക്ക് വരികയാണ്. അപ്പോ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ചതിൽ യഹൂദന്മാരുമുണ്ട്, ജാതികളുമുണ്ട്. അതിൽ ആ ജാതികളെ ഭരിക്കാൻ നമുക്ക് അധികാരം തരുമെന്നാണ് ഈ പറഞ്ഞത്. പിന്നെ യഹൂദന്മാരുണ്ടല്ലോ, യഹൂദന്മാരെ ഭരിക്കാൻ നമുക്ക് അവകാശമില്ല. യഹൂദന്മാരെ ഭരിക്കാനുള്ള അവകാശം അത് കർത്താവിന്റെ അപ്പോസ്തോലന്മാർക്കാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം
18 അധ്യായം 28 വാക്യം. ആദാസൻ പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം 18 അല്ല 19, 28. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അത് 1000 ആണ്ട് വാഴ്ചയെ പറ്റിയാണ് പറയുന്നത്. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിന്റെ അപ്പോസ്തലന്മാർ 12 പേര് 12 സിംഹാസനത്തിലിരുന്ന് യഹൂദന്മാരെ ഭരിക്കും. അപ്പോൾ ശേഷമുള്ളവരെ ഭരിക്കുവാൻ ജാതികളായി യഹൂദന്മാരല്ലാത്ത ധാരാളം പേര് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവരെ ഭരിക്കാനുള്ള അവകാശമാണ് കൃപായുഗത്തിലെ വിശ്വാസികൾക്ക് ലഭിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഇല്ല. പൊതുവെ ഒരു ധാരണ കൃപായുഗത്തിലെ വിശ്വാസികൾ അല്ലെങ്കിൽ മണവാട്ടി സഭ പൂർണ്ണമായിട്ട് വന്ന് ഭരണത്തിലായിരിക്കും എന്നുള്ളതാണ്. അല്ല എന്ന് തുയത്തേര സഭയ്ക്കുള്ള ദൂത് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചല്ലോ, എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ പോലെ 19 വാക്യത്തിൽ കാണുന്ന സത്പ്രവർത്തികളും ദൈവസ്നേഹവും ശുശ്രൂഷയും അതുപോലെ വിശ്വസ്തതയും സഹിഷ്ണുതയും ഇതെല്ലാം അവസാന നിമിഷം വരെ ഓരോരുത്തരും വ്യക്തിപരമായ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ശ്വാസം വരെ അവർക്ക് ചെയ്യാവുന്ന നിലയിൽ ചെയ്തവർക്കാണ് ഈ ഭാഗ്യം ലഭിക്കുന്നത്, ഭരണാവകാശം. അല്ലാത്തവർക്ക് ഭരണാവകാശം ലഭിക്കുകയില്ല. അവർക്ക് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ കഴിയും, പക്ഷെ ഭരിക്കാൻ അവകാശം അവർക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജയിക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പാലിക്കുകയും ചെയ്യുന്നവർക്ക് പിതാവായ ദൈവം എനിക്ക് തന്നതുപോലെ നിങ്ങൾക്ക് ജാതികളുടെ മേൽ അധികാരം ലഭിക്കും. അവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ന്യായമല്ലേ? ഇവിടെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ യാതൊരു സത്പ്രവൃത്തിയും ചെയ്യാതെ, കരുണ കാണിക്കാതെ, ശുശ്രൂഷ ചെയ്യാതെ ഒക്കെ ജീവിച്ച് പിന്നെ ഭരണം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഈ ശുശ്രൂഷ ചെയ്യുക, സ്നേഹിക്കുക, സ്നേഹത്തിന്റെ പ്രവൃത്തി ചാരിറ്റബിൾ വർക്കാണ്. അത് ചെയ്യുക, വിശ്വസ്തത ആചരിക്കുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം. അതൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ദൈവം വെച്ചിരിക്കുന്നതാണ് അന്നത്തെ ജാതികളെ ഭരിക്കാനുള്ള അവകാശം എന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഓർക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അത്ര ഇനി ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ഓർക്കാനുണ്ട്, പക്ഷെ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പോയാൽ നമുക്ക് ഉദ്ദേശിക്കുന്നിടത്തൊന്നും നിൽക്കുകയില്ല. അത്യാവശ്യം ഈ പറഞ്ഞത് മാത്രം മനസ്സിലാക്കാൻ. അപ്പൊ അതിന് ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. അപ്പൊ എല്ലാവരും ഭരിക്കത്തില്ല, ഒരുപക്ഷെ പലരുടെയും മനസ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവരും ഭരിക്കുമെന്ന്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ 140 MLA-മാരാണ് ഉള്ളത്. 140 MLA-മാരും 140 ഒരാൾ മുഖ്യമന്ത്രിയാണല്ലേ. 139 MLA-മാരും മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ട്. പക്ഷെ ഭരണം എല്ലാവർക്കും ഇല്ല. ഭരണം 10ഓ 20ഓ എത്ര പേർക്കാന്ന് എനിക്ക് കൃത്യം എനിക്കറിയില്ല എത്ര മന്ത്രിമാരുണ്ടെന്ന്, 18ഓ 19ഓ 20ഓ ആയിരിക്കും. അവർക്കേ ഉള്ളൂ ഭരണാവകാശം അത്രയും പേർക്കേ ഉള്ളൂ. അത് അവരുടെ വിവിധ നിലകളിലുള്ള, ഇപ്പൊ രാഷ്ട്രീയമായതുകൊണ്ട് ചിലപ്പോൾ അവരുടെ ക്വാളിറ്റി ഒന്നും നോക്കിയായിരിക്കില്ല. സാധാരണഗതിയിൽ അവരുടെ നൈപുണ്യം അനുസരിച്ചാണ് അവരെ മന്ത്രിമാരാക്കുന്നത്. അങ്ങനെയാണ് ആക്കേണ്ടത്. പക്ഷെ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ബാക്കിയുള്ളവർ കൂടുണ്ട്, പക്ഷെ ഭരിക്കാൻ ഈ മന്ത്രിമാർക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ 1000 ആണ്ട് വാഴ്ചയിൽ ഭരണാവകാശം ഇതുപോലെ ജീവിച്ചവർക്ക് മാത്രമാണ് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇനിയും വേറെ വാക്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഓർക്കണം, നമ്മൾ ഭരണാവകാശം നമുക്ക് കിട്ടുമോ? ഓരോരുത്തരും ഒരു നിമിഷം ചിന്തിക്കണമല്ലോ. നമ്മൾ അതിനാണല്ലോ പഠിക്കുന്നത്. ഈ തുയത്തര സഭയ്ക്കുള്ള ദൂത് പഠിച്ചു പോയിട്ട് എന്താ കാര്യം? നമുക്ക് ഈ ഭരണാവകാശം കിട്ടത്തക്കവണ്ണം നമ്മുടെ ജീവിതം ഓക്കെയാണോ? നമ്മുടെ ജീവിതം ദൈവ മുൻപാകെ അതിന് യോഗ്യമാണോ? സത്പ്രവൃത്തികൾ എങ്ങനെയുണ്ട് നമ്മുടെ കാര്യങ്ങൾ? നമ്മളത് വിശാലമായി പഠിച്ചുകൊണ്ട് അതിനൊന്നും പറയാത്ത മുൻപ് പഠിച്ചിട്ടുണ്ട്. സത്പ്രവൃത്തികൾക്കായി എഫേസ്യർ 2:10 അതിനായിട്ട് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ? എങ്ങനെയുണ്ട് നമ്മുടെ വിശ്വസ്ത ജീവിതം? എങ്ങനെയുണ്ട് നമ്മുടെ ശുശ്രൂഷകൾ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത്? എങ്ങനെയുണ്ട് നമ്മുടെ സഹിഷ്ണുത?
ഇതെല്ലാം ദൈവത്തിന് പ്രസാദകരമായി മരണം വരെ, അന്ത്യശ്വാസം വരെ ഉണ്ടെങ്കിൽ നമ്മൾ ഭരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ കൂടെ കാണും, ഭരണാവകാശം കിട്ടുകയില്ല. ഇതാണ് അവിടെ നിന്ന് കാണുന്നത്. അപ്പൊ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ അടുത്ത് പിന്നെ 27-ാം വാക്യത്തിൽ കാണുന്നത്, ഞാൻ ജാതികളുടെ അധികാരം കൊടുക്കും. 27, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോയി. ഇത് ആ ഭരണ രീതിയാണ് കാണിക്കുന്നത്. അന്നത്തെ 1000 ആണ്ട് വാഴ്ചയിലെ ഭരണ രീതിയാണ് കാണിക്കുന്നത്. എന്ത്? ഇരുമ്പ് കോൽ കൊണ്ടുള്ള ഭരണമാണ്. അയ്യോ, അതെന്തൊരു ഭരണമാ! അത് നമ്മൾ വായിക്കുമ്പോൾ തോന്നിപ്പോയി, ഇരുമ്പ് കോലും കൊണ്ട് യേശു, അവിടെ അവനെന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഇരുമ്പ് കോലും കൊണ്ട് യേശു ക്രിസ്തു എല്ലാവരെയും തല്ലി മെതിച്ച് അങ്ങനെയാണോ ഭരിക്കാൻ പോകുന്നത്? തന്നെയല്ല, അവിടെ നുറുങ്ങിപ്പോകുന്ന കാര്യമൊക്കെ, കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണോ ഭരിക്കാൻ പോകുന്നത്? അല്ല. അതിന്റെ ആശയമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇരുമ്പ് കോൽ കൊണ്ട് ഭരിക്കും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം എതിർപ്പില്ലാത്ത ഭരണം എന്നാണ് അതിന്റെ അർത്ഥം. ശക്തമായ ഭരണം എന്നാണ് അതിന്റെ അർത്ഥം. ആരുടെയും ഒരു എതിർപ്പില്ലാത്ത ഭരണം. അതാണ് ഇന്ന് നമുക്കറിയാം. എത്ര നല്ല ഭരണം, അങ്ങനെ ഒരു ഭരണം ഇല്ല കേട്ടോ. അന്നത്തെ ഭരണത്തെ പറ്റിയാണ്, 1000 ആണ്ട് വാഴ്ചയിലെ ഭരണത്തെ പറ്റിയാണ് യെശയ്യാവ് 32:1 പറയുന്നത്, ഒരു രാജാവ് നീതിയോടെ വസിക്കുമെന്ന്. അതാണ് മനുഷ്യൻ സ്വപ്നം കണ്ട, മനുഷ്യൻ ആഗ്രഹിച്ച, പരാതിയില്ലാത്ത ഒരു ഭരണം ലോകത്തിൽ അന്നേ സംഭവിക്കുകയുള്ളൂ. അത് നമ്മുടെ കർത്താവാണ് ഭരിക്കുന്നത്. ആ ഭരണം ആരുടെ ഹൃദയത്തിൽ പോലും ഒരു എതിർപ്പില്ല. ഇന്ന് നമ്മൾ കേരളത്തിലായാലും, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലായാലും, ഇന്ത്യ മൊത്തമായാലും, അമേരിക്ക ആയാലും, കാനഡ ആയാലും, ഓസ്ട്രേലിയ ആയാലും, എല്ലാ രാജ്യത്തും ആ രാജ്യത്ത് തന്നെ ഭയങ്കരമായ എതിർപ്പാണ്. നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തോട് എതിർക്കുന്നവരുണ്ട്. അറബ് രാജ്യങ്ങളിലുണ്ട്. അടുത്ത സമയത്ത് ഒമാനിലൊക്കെ വെടിവെയ്പ് ഉണ്ടായ കാര്യം നമ്മൾ കേട്ടുള്ളൂ. എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ സ്ഥലത്തും ആ രാജ്യത്ത് തന്നെ അവിടുത്തെ ഭരണത്തോട് എതിർപ്പുണ്ട്. പക്ഷേ 1000 ആണ്ട് വാഴ്ചയിൽ അങ്ങനെ ആരും എതിർക്കുകയില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഇരുമ്പ് കോൽ കൊണ്ട് അശക്തമായ ഒരു ഭരണം, എതിർക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ഭരണം, പാപമില്ലാത്ത ഒരു കാലം. അത് ഇങ്ങനെ ഓർത്താൽ മതി. പിശാചിനെ 1000 വർഷത്തേക്ക് പൂട്ടിയിട്ട ശേഷമാണ്, അതും അഗാധ കൂപത്തിൽ പൂട്ടിയിട്ട ശേഷമാണ് യേശു ക്രിസ്തു ലോകത്തെ ഭരിക്കുന്നത്. അതുകൊണ്ട് പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യിക്കുന്നതിനകത്താ. അവനും അവന്റെ ദൂതന്മാരെയും പിടിച്ചു പൂട്ടിയിടും. എന്നാൽ പാപം മൈൻഡുള്ളവർ കാണും, പാപം മനസ്ഥിതിയുള്ളവർ കാണും, പക്ഷെ ചെയ്യുന്നില്ല. അവർക്ക് പിന്നെ വേറെ ചില സംവിധാനങ്ങളുണ്ട്. അത് 1000 ആണ്ട് വാഴ്ചയോടുമില്ല, നമ്മളിപ്പോ അവിടേക്ക് പോകുന്നില്ല, അത് ചിന്തിക്കുന്നില്ല. അപ്പൊ ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇരുമ്പ് കോൽ കൊണ്ടുള്ള ഭരണം, എതിർപ്പില്ലാത്ത ഭരണം എന്ന് മാത്രമാണ്. ഇനി അവിടെ നോക്കുക, അവർ കുശവന്റെ പാത്രം പോലെ നുറുങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കുശവന്റെ പാത്രം പോലെ നുറുക്കിക്കളയുമെന്നല്ല. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ, ഇനി ആരുടെയെങ്കിലും മനസ്സിൽ ഒരു എതിർപ്പുണ്ടായാൽ, ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, പിശാചിനെ പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് പാപം ചെയ്യുന്നില്ലെങ്കിലും പാപം മനസ്സുള്ളവരുണ്ട്. അവരുടെ ഹൃദയത്തിലെങ്ങാനും ആ ഭരണത്തോടൊരു എതിർപ്പ് തോന്നിയാൽ അവർ നുറുങ്ങിപ്പോകും, സ്വയം നുറുങ്ങിപ്പോകും. പ്രത്യേകിച്ച് അവരെ ആരും നുറുക്കുകയൊന്നും വേണ്ട, അവർ സ്വയം നുറുങ്ങിപ്പോകും. അതാണ് അവിടുത്തെ ആശയം എന്ന് കാണാൻ കഴിയും. മറ്റൊരു കാര്യം കൂടെ നമ്മളവിടെ കാണുന്നുണ്ട്. ഞാൻ അവന് 28-ാം വാക്യത്തിൽ, ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ഉദയനക്ഷത്രം? അത് വെളിപ്പാട് 22:16 പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം നമ്മൾ എടുത്തങ്ങോട്ട് കോട്ട് ചെയ്താൽ മതി. വെളിപ്പാട് 22:16. എന്താണ് ഉദയനക്ഷത്രം? യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രവുമായ ഉദയനക്ഷത്രവുമാകുന്നു. കർത്താവാണ് പറയുന്നത്. കർത്താവ് പറയുന്നത്, ഞാൻ ദാവീദിന്റെ വേരും ശുഭ്രമായ ഉദയനക്ഷത്രവുമാണ് എന്ന് പറയുന്നുണ്ട്.
അതിന്റെ ആശയത്തിലേക്ക് പോകുന്നില്ല. ദാവീദിന്റെ പേര് എന്ന് പറഞ്ഞാൽ ദാവീദിന് മുൻപേ ഉള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. തന്റെ ദൈവത്വത്തെ കാണിക്കുന്നതാണ് അത്. നമുക്കറിയാം ദാവീദ് ജീവിച്ചിരുന്നത് യേശുക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുൻപാണ്. യേശുക്രിസ്തു ജനിക്കാന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അവതരിക്കുന്നതിന് 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ദാവീദ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആ വാക്യത്തിലൂടെ പറയുന്നത് ഞാൻ ദാവീദിന്റെ പേരാണ്, ദാവീദിന് മുന്നേ ഉള്ളവനാണ്, ഞാൻ ദൈവമാണെന്നുള്ളത്. അടുത്തത് അതേസമയം ഞാൻ ദാവീദിന്റെ വംശമാണ്, ദാവീദിന്റെ വംശത്തിലാണ് ഞാൻ പിറന്നത്, അതുകൊണ്ട് ഞാൻ പൂർണ്ണ മനുഷ്യനുമാണ്. ഇതാണ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ചിന്ത നമുക്ക് ഇവിടെ ഇപ്പൊ ആവശ്യമില്ല, ഞാനത് സന്ദർഭോചിതമായി പറഞ്ഞെന്നുള്ളത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ചിന്ത എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, അവിടെ ഞാനാണ് ഉദയനക്ഷത്രം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ കർത്താവ് പറയാണ് ഞാൻ അവർക്ക് ഉദയനക്ഷത്രം കൊടുക്കും. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? യേശുക്രിസ്തു പറയാണ് ജയിക്കുന്നവർക്ക്, രക്ഷിക്കപ്പെടുന്നവർക്ക് ഞാന് ഉദയനക്ഷത്രം കൊടുക്കും. ഉദയനക്ഷത്രം ആരാ? കർത്താവ്. അപ്പൊ കർത്താവ് പറയാണ് ഞാൻ എന്നെ തന്നെ കൊടുക്കും. പ്രൈസ് ലോർഡ്, ദൈവത്തിന് സ്തോത്രം. നോക്കുക, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ അവന് ദൈവപുത്രനെ അവർക്ക് സ്വന്തമായി ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ എന്റെ കർത്താവ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ കർത്താവ് എന്നല്ല, അങ്ങനെയും പറയാം, പക്ഷേ ആ പേഴ്സണൽ റിലേഷനാ എന്റെ കർത്താവ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെ തന്നെ കൊടുക്കുക എന്നുള്ള, അതിനേക്കാൾ വലിയൊരു സമ്മാനമില്ല. സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നത് തന്റെ ഏകജാതനെയാണ്, തന്നെ തന്നെ നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട നമുക്കെല്ലാം എന്ന് പറയാം യേശു ക്രിസ്തു എന്റെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ ത്വേത്തര സഭയ്ക്കുള്ള ദൂത് ഇവിടെ അവസാനിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ അടുത്ത ദൂതിലേക്ക് പ്രവേശിക്കുകയാണ്. സർദി സഭയ്ക്കുള്ള ദൂത് നമുക്കിനി ചിന്തിക്കാം. 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് സർദി സഭയ്ക്കുള്ള ദൂത് നമ്മൾ കാണുന്നത്. സർദീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നവീകൃത സഭ എന്ന പേരാണ്. നവീകൃതം എന്നുള്ള അർത്ഥമാണ്. അപ്പം സർദി സഭ എന്ന് പറഞ്ഞാൽ നവീകൃത സഭ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഇടയായത് എന്ന് ചോദിച്ചാൽ, 16-17 നൂറ്റാണ്ടാണ് ഈ സർദി സഭയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സർദി സഭ 16-17 നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭകളുടെ സമാന സ്വഭാവമുള്ള ഒരു സഭയായിരുന്നു എന്നുള്ളതാണ്. അത് പ്രവചനപരമായി നമ്മൾ പഠിക്കുമ്പോൾ, ഈ സഭയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഒക്കെ ഈ സ്വഭാവമുള്ള സഭകളാണ് കാണുന്നത്. അന്നാണ് നവീകരണം, നവോത്ഥാനം ഉണ്ടാകുന്ന ആ സമയത്താണ്. അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലർക്ക് ഓർമ്മ കാണും. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ 1517 ഒക്ടോബർ മാസം 31-ാം തീയതി വിറ്റൻസ്ബർഗ് പള്ളിയിൽ അവിടെ നടക്കുന്ന ഏതാണ്ട് 95ഓളം തെറ്റുകളെ എഴുതി അതിന്റെ വാതിലിൽ ഒട്ടിച്ചിട്ട് അദ്ദേഹം പള്ളിക്ക് പുറത്തേക്ക് ചാടി. അങ്ങനെ നവീകൃത സഭയുണ്ടായി. വിശ്വാസത്താൽ നീതീകരണം എന്ന വിഷയത്തിന് വില കൊടുക്കുന്ന സഭകൾ രൂപാന്തരപ്പെട്ട ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ടാണ് അതിനെ നവീകൃത സഭ എന്ന് പറയുന്നത്. ഇനി നമുക്കതിന്റെ വിഭജനത്തിലേക്കാണ് കിടക്കേണ്ടത്. ഞാൻ അങ്ങ് നേരത്തെ വായിച്ചിട്ട് പോകാഞ്ഞത് ഇതിന്റെ വിഭജനം ഇച്ചിരി പ്രയാസമായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോ തുയത്തര സഭയ്ക്കുള്ള ദൂതൊക്കെ എളുപ്പമായിരുന്നു. കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു കൃത്യമായിട്ട്. പിന്നെ അവരുടെ നന്മ, തിന്മ, ബുദ്ധിയുപദേശം, പാരിതോഷികം ഒക്കെ. പക്ഷെ ഇത് ഇച്ചിരൂടെ വാക്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഞാൻ ഓരോന്നും പറയാം. അപ്പോൾ ആ ഭാഗം മാത്രം വായിച്ച് ശേഷം നമുക്ക് അതിൽ ചിന്തിക്കാവുന്നിടത്തോളം കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓർക്കുമല്ലോ, 5ആയിട്ടാണ് ഓരോ സഭകൾക്കുള്ള ദൂതും പഠന സൗകര്യത്തിന് വേണ്ടി നമ്മൾ വിഭജിക്കുന്നത്. അതിലൊന്നാമത്, അതൊക്കെ നമ്മൾ പറഞ്ഞു, കർത്താവ് തന്നെ പരിചയപ്പെടുത്തുകയാണ്. 1-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്താണ് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നത്. 1-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം വായിക്കാം.
സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ആ ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. മതി. ഇതാണ് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നത്. ഇനി അവരുടെ നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു. ആ 1-ാം വാക്യത്തിന്റെ ശേഷം ഭാഗത്തും 4-ാം വാക്യത്തിലുമാണ് നന്മ കിടക്കുന്നത്. നമുക്കത് വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഇനി നമ്മൾ വായിക്കേണ്ടത് 4-ാം വാക്യം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ആ സഭയെക്കുറിച്ച് പറയാവുന്ന നന്മ അതാണ്. ഇനി തിന്മ, അത് 2-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്താണ് കാണുന്നത്. 2-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് ഉണർന്നുകൊള്ളുക, നീ മരിച്ചവനാകുന്നു എന്ന് തുടങ്ങി വായിച്ചാട്ടെ. ശകലം മുകളിലോട്ട് കയറിയാ കിടക്കുന്നത്. നീ മരിച്ചവനാകുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അത്രയും മതി. അല്ല, അത് പൂർണ്ണമായിട്ട് വായിക്കാൻ കേട്ടോ. ഞാൻ നിന്റെ പ്രവൃത്തി അത് ബാക്കിയോടെ വായിച്ചു. ഞാൻ നിന്റെ പ്രവൃത്തി ശേഷം കൂടെ വായിച്ചാട്ടെ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. മതി. അടുത്തത് അവർക്ക് കൊടുക്കുന്ന ബുദ്ധി ഉപദേശമാണ്. അത് 3-ാം വാക്യത്തിലാണ്. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ഇനി നമ്മൾ കാണുന്നത് പാരിതോഷികമാണ്. അത് 5-6 ആണ്. 5ഉം 6ഉം. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ അതിന്റെ വിഭജനത്തിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് വായിക്കാൻ ഇടയായി തീർന്നത്. ഇനി സർദീസ് സഭയെക്കുറിച്ച് പൊതുവായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊന്ന് ഓർക്കുകയാണെങ്കിൽ, ആദ്യം ആ സഭയെക്കുറിച്ചൊന്ന് ഒരു ചെറിയൊരു അവയർനെസ് നമ്മൾ ശ്രമിച്ചാൽ എന്താ നമ്മൾ കാണുന്നത്? ഒന്ന്, ജീവനുള്ളവൻ എന്ന് പേര് ഉണ്ട്. ആ പറച്ചിൽ കേട്ടാൽ തന്നെ നമുക്കറിയാം അത് വലിയൊരു ഗുണമായിട്ടൊന്നും അല്ല പറയുന്നത്. പക്ഷെ ഒരു ഗുണം തന്നെയാ. ജീവനുള്ളവൻ എന്ന് പേരുണ്ട്. അതിന്റെ അർത്ഥം നമുക്കറിയാം, ജീവൻ നിത്യജീവനെ കുറിച്ചാണ്. രക്ഷിക്കപ്പെട്ടവരാണ് എന്നാണ് അർത്ഥം. ജീവൻ യേശുക്രിസ്തു ആയതുകൊണ്ട് യേശുക്രിസ്തു ഉള്ളവർ എന്നും ചിന്തിക്കാം. വലിയ ശക്തിയായിട്ടൊന്നും അല്ലത് പറഞ്ഞേക്കുന്നത്. ജീവനുള്ളവൻ നിങ്ങൾക്ക് പേര് ഉണ്ട്. പക്ഷേ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവര് മരിച്ചവരാണ് എന്നുള്ളതാണ്. അതെങ്ങനെയാ പൊരുത്തപ്പെടുന്നത്? ജീവനുള്ളവൻ എന്നുള്ള പേരുണ്ട്, പക്ഷെ മരിച്ചവനാണ് എന്ന് പറഞ്ഞാൽ ആശയം ഇതാ. നമ്മള് നാട്ടിലെ ഒരു പ്രയോഗം ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പം, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ചത്തപോലെ കിടക്കുക, പക്ഷെ പൾസ് ഉണ്ട്, ശ്വാസോച്ഛ്വാസമുണ്ട്. ഇതാണ് ആശയം. അപ്പൊ ആ സഭയുടെ പൊതുസ്ഥിതി ഒരു മരിച്ച അവസ്ഥയാണ്, ഒരു ചത്ത അവസ്ഥയാണ് ആ സഭയുടെ. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഞാനതിന് ഇങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ചു. ഒരു 100 പേരോട് ഉണ്ടെങ്കിൽ 80 പേരും ഇങ്ങനെയുള്ളവരാണ്. പിന്നെ ഒരു 15ഓളം പേര്, അല്ലെ 15% എന്ന് പറയാം, ചാവാറായി കിടക്കുക. ഈ പരുവമായിട്ടില്ല, ഏത് ഈ ചത്ത നിലയിലോട്ടായിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ചാവാറായി. ഇങ്ങനെ കൊണ്ട് പോകണമെങ്കിൽ താമസിയാതെ അവരും ഈ കൂട്ടത്തിൽപ്പെടും. അവരും ചത്ത സ്ഥിതിയിലാണ്. എന്നാൽ വളരെ ചെറിയ ഒരു കൂട്ടം, വെരി ഫ്യൂ, ഉടുപ്പ് മലിനമാകാത്തവർ അവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഓർക്കയുടെ 16-17 നൂറ്റാണ്ടിലെ സഭയുടെ സമാന സ്വഭാവമാണ് എന്ന് പറഞ്ഞെങ്കിലും ഞാനിത് വായിച്ചപ്പോൾ, ഈ ഭാഗം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ, ഇപ്പോൾ മാത്രമല്ല നേരത്തെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ സഭയുടെ ഒരു ചിത്രവും അവിടെ ഉണ്ടല്ലോ. കാരണം സഭയെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ ഒരു ചൈതന്യമില്ലാത്ത, ഒരു സജീവതയില്ലാത്ത സഭകളാണ് അധികവും എന്ന് കാണാൻ കഴിയും. സഭയിലുള്ളവരിൽ അധികം പേരും
നിർജീവമായിട്ട് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുപേര് നമ്മളത് അല്പം കൂടെ വിശദീകരിക്കും, അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. കുറച്ചുപേര് ഇങ്ങനെ ചൂടായും തണുത്തും ഒക്കെ പോകുന്നു. പക്ഷെ എല്ലാ സ്ഥലത്തും ഒരു ചെറിയ കൂട്ടം ഉടുപ്പ് മലിനമാകാത്തവർ, ജീവിതം നന്നായി കൊണ്ടുപോകുന്നവർ, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളവർ ഒരു ചെറിയ കൂട്ടം കാണും. നമുക്കൊരു ആലോചന അവിടെ നിന്ന് ലഭിക്കണമല്ലോ, നമ്മൾ ഇതിലേത് കൂട്ടത്തിലാണ് പെടുന്നത്? ചത്ത കൂട്ടത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടവരാ, സംശയമൊന്നുമില്ല. ചത്ത ഒരു അനുഭവമാണോ നമുക്ക്? ചത്ത എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. അതോ ചാവാറായി കിടക്കുന്ന രീതിയിലാണോ? അതോ ഉടുപ്പ് മലിനമാകാത്ത ചെറിയ കൂട്ടത്തിലാണോ? വാസ്തവത്തിൽ നമ്മുടെ ആഗ്രഹം എല്ലാവരും ഉടുപ്പ് മലിനമാകാത്തവരും ആത്മീയമായി സജീവമായി മുൻപോട്ട് പോകുന്നവരും ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. അങ്ങനെയാണോ എന്നുള്ളത് ദൈവം നമ്മെ സഹായിക്കട്ടെ ചിന്തിക്കാൻ. നമുക്ക് അത് മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ ചിന്തിക്കാം. ഇനി നമ്മൾ ഓരോന്ന് ചിന്തിക്കുകയാണല്ലോ. ഒന്നാം ഭാഗം, കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. എന്തൊക്കെയാണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിന്റെ, ഒന്നാം വാക്യം ആദ്യ ഭാഗം, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാണ്, എനിക്ക് 7 ആത്മാവുണ്ട്. അത് മാത്രമല്ല, എനിക്ക് 7 നക്ഷത്രവും ഉണ്ട്. 7 ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ 1-ാം അധ്യായം 5-ാം വാക്യം പഠിച്ചത് കൊണ്ട് ആവർത്തിക്കേണ്ടതില്ലല്ലോ. എന്നാലും അന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1-2 വാക്കിൽ പറഞ്ഞേക്കാം. അവിടെ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാ. അപ്പൊ 7 ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്ന 7 പരിശുദ്ധാത്മാവാണോ? അല്ല എന്ന് നമ്മൾ ചിന്തിച്ചു. ഇവിടെ പല പ്രാവശ്യം അത് ആവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർത്തല്ലോ. നമ്മൾ ചിന്തിച്ചു, ഒരു നിലവിളക്ക് പോലെ പരിശുദ്ധാത്മാവിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു വിളക്ക്, നിലവിളക്ക് ഒരു വിളക്കാണ്, പക്ഷെ അതിന് 7 തിരികൾ ഉണ്ട്. അത് വിശാലമായി പഠിച്ചതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. യെശയ്യാ പ്രവചനം 11:2 ആ ഒരു വിളക്ക് പോലെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വിളക്കായിട്ട് പരിശുദ്ധാത്മാവിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഇവിടെ എന്റെയാണ് പരിശുദ്ധാത്മാവ്, കർത്താവിന്റെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അതിന്റെയും അർത്ഥം എന്താണെന്നറിയാമോ? ഈ ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ അനേക വിശേഷതകൾ, ഒരു വിശേഷത 1 കൊരിന്ത്യർ 2:10 പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 2:10. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ആ ഒരു ഭാഗം മാത്രം എടുക്കാൻ വേണ്ടിയാ ഞാനത്. ആത്മാവ് സകലവും അറിയുന്നു. അപ്പോൾ 7 ആത്മാവുള്ളവൻ, കർത്താവ് പറയണ, എനിക്ക് 7 പരിശുദ്ധാത്മാവ് എന്റെ സ്വന്തമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ സകലവും അറിയുന്നുവെന്ന. പരിശുദ്ധാത്മാവ് സകലവും അറിയുന്നു. അപ്പൊ അല്ലെങ്കിൽ കർത്താവാണേലും സർവജ്ഞാനിയാണ്, എല്ലാം അറിയാം. പക്ഷെ ദൈവവചനം നമ്മൾ പഠിക്കാൻ വേണ്ടിയും അതിന്റെ മുൻപിൽ ഇരിക്കാൻ വേണ്ടിയും ചിലപ്പോഴൊക്കെ ഇച്ചിരി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന രീതിയുണ്ട്. അതുകൊണ്ടാണ് ഈ ബൈബിളിൽ ചിലത് ഇച്ചിരി ടഫായിട്ട് പറയുകയും ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ആഗ്രഹം ദൈവമക്കളായ നമ്മൾ ദൈവവചനത്തിന്റെ മുൻപാകെ പ്രാർത്ഥനയോട് ദൈവകൃപയിൽ ആശ്രയിച്ച് സമയം ചെലവഴിക്കണമെന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ ഒരു ആഗ്രഹം. അത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞാൻ എല്ലാം അറിയുന്നു. അടുത്തത് 7 നക്ഷത്രം. അതെന്താന്ന് നമ്മൾ ചിന്തിച്ചു. ദൈവമക്കളെയാണ് നക്ഷത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ 1-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തു നിന്നും പഠിച്ചതാണ്. അതുകൊണ്ട് ദൈവമക്കളെ നക്ഷത്രങ്ങളാക്കി കർത്താവിന്റെ വലത്ത് കരങ്ങളിൽ വെച്ചിരിക്കുന്നു. അവിടെ ഇരുന്ന് നമ്മൾ ശോഭിക്കണം. ആ മനോഹര ചിന്തകളൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പൊ പറയുന്നത്, നിങ്ങൾ എന്റേതാണ്, ആത്മാവ് എന്റേതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ നന്നായി അറിയുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മളെ നന്നായി അറിയുന്ന ദൈവം. നമ്മൾ നേരത്തെ ചിന്തിച്ചത് കൊണ്ട് അതൊന്നും വിശദീകരിക്കുന്നില്ല. 139-ാം സങ്കീർത്തനത്തിലുണ്ട്, നിന്റെ നടപ്പും കിടപ്പും ഇരിപ്പും എഴുന്നേൽപ്പും എല്ലാം ഞാൻ അറിയുന്നു, എവിടെ പോയാലും ഞാനുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതാണ് അവിടെ പറയുന്നത്. സർദീസ് സഭയോട് പറയാണ്, നിങ്ങളെ ഞാൻ നന്നായി അറിയും. നിങ്ങൾ എന്റേതാണ്, പക്ഷെ നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. അതാണ് ആ ആദ്യ ഭാഗത്തിന്റെ പരിചയപ്പെടുത്തുന്നതിലൂടെ നമുക്ക്
മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ചിന്തിച്ചതുമാണ്. ദൈവം ആ ഭാഗം കൂടുതൽ വ്യക്തത നമുക്ക് തരട്ടെ. ഇനി നന്മ നമ്മൾ കണ്ടല്ലോ. നന്മയായിട്ട് കണ്ടത് ജീവൻ ഉള്ളവനെന്ന് പേരുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ജീവൻ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ യേശുക്രിസ്തുവാണ്. അപ്പൊ ജീവനുണ്ട്, അതന്നെ യേശുക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തു ആർക്കാ ഉള്ളത്? രക്ഷിക്കപ്പെടുന്നവർക്കാണ്. അല്ലെങ്കിൽ ജീവൻ എന്നുള്ളത് നമുക്ക് നിത്യജീവൻ എന്നൊരു ആശയം എടുത്താൽ നിത്യജീവനുള്ളവരാണ്, അത് രക്ഷിക്കപ്പെട്ടവരാണ് എന്നതിന്റെ അർത്ഥം. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരാണ്, അത് അവരുടെ ഒരു നന്മയായിട്ട് പറയുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേരുണ്ട്. 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ ദൈവ മുൻപാകെ വിശുദ്ധിയോടെ ജീവിക്കുന്നവർ ഒരു വെരി ഫ്യൂ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഓർത്തിട്ടുണ്ടായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഈ വിശുദ്ധി എന്ന് പറയുന്നത് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടേണ്ടത് എപ്പോഴും ദൈവത്തിങ്കൽ നിന്നാണ്. നമ്മൾ ലവോദിക്ക സഭയ്ക്കുള്ള ദൂത് പഠിക്കുമ്പോൾ അത് കുറെ കൂടെ വ്യക്തത വരുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യരിൽ നിന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് കാര്യമില്ല. കാരണം മനുഷ്യർ ഒരു വിശുദ്ധിയും ഇല്ലാത്തവനെ വിശുദ്ധനെന്നും എല്ലാ വിശുദ്ധിയും ഉള്ളവനെ അശുദ്ധനെന്നും പറയും. പക്ഷെ സ്വർഗത്തിലെ ദൈവം വിശുദ്ധനെ വിശുദ്ധനെന്നും അശുദ്ധനെ അശുദ്ധനെന്നും പറയും. അതുകൊണ്ട് നമ്മൾ വിശുദ്ധനെന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങേണ്ടത് കർത്താവിൽ നിന്ന് ആണ്. ഇവിടെ ആരുടെ സർട്ടിഫിക്കറ്റാ? ആരായി പറഞ്ഞേക്കുന്നത്? ഉടുപ്പ് മലിനമാകാത്ത ചിലർ, വിശുദ്ധന്മാരായ ചിലർ അവിടെ ഉണ്ട്. കർത്താവ് പറഞ്ഞേക്കുന്നത്. ആ സർട്ടിഫിക്കറ്റിന് വലിയ വിലയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ പറ്റി ഈ സർട്ടിഫിക്കറ്റ് കർത്താവ് തരുമോ? ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരുമോ? കർത്താവ് തന്നാൽ അത് കറക്റ്റ് ആയിരിക്കും. അശുദ്ധന് വിശുദ്ധൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് കർത്താവ് കൊടുക്കുകയില്ല. വിശുദ്ധന് അശുദ്ധൻ എന്നുള്ള സർട്ടിഫിക്കറ്റും കൊടുക്കുകയില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി നമുക്ക് അവരുടെ തിന്മയിലേക്ക് പോകാം. എന്തൊക്കെയാ തിന്മ? 3 കാര്യങ്ങളാണ് തിന്മയായിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന്, അവർ മരിച്ചവനാകുന്നു എന്നുള്ളതാണ്. 2, ചിലർ ചാവാറായി കിടക്കുന്നു എന്നുള്ളതാണ്. 3, അവരുടെ പ്രവൃത്തികളൊന്നും പൂർണ്ണതയുള്ളതല്ല. ഈ ചുരുക്കം ചിലർ ഒഴികെയുള്ളവരുടെ കാര്യം, അതായത് ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ ഒഴികെയുള്ളവരെ പറ്റിയാണ് ആ പറയുന്നത്. ഒന്ന്, അവര് മരിച്ചവനാകുന്നു എന്നാ പറയുന്നത്. അധികം പേര് മരിച്ച സ്ഥിതിയിലാണ്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാല്, രക്ഷിക്കപ്പെട്ടു, അത് ശരിയാണ്, അതുകൊണ്ടാണ് ജീവനുള്ളവൻ. പക്ഷേ ആത്മീയമായി ഒരു ജീവനുമില്ല, ഒരു താല്പര്യവുമില്ല. കഴിയുമെങ്കിൽ സഭായോഗങ്ങൾ മുടക്കിക്കളയും. അവർ മരിച്ചവരാണ്. ആത്മീയ അർത്ഥത്തിൽ അവർ മരിച്ചവരാണ്. അവര് സഭായോഗങ്ങളിൽ എന്തെങ്കിലും ഉപാധി പറഞ്ഞ്, വണ്ടി കേടായെന്നോ, പിന്നെ ജോലി കഴിഞ്ഞ് താമസിച്ചു പോയെന്നോ, അല്ലെങ്കിൽ റോഡ് ബ്ലോക്കായെന്നോ ഒക്കെ നമുക്ക് പാസ്റ്ററോട് പറയാം. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയും. നമ്മൾ ഒരു ഇനി രോഗമില്ലാതെ സുഖമുണ്ടായിട്ടും സുഖമില്ലെന്നും പറയാം. സാധാരണ പാസ്റ്റർമാരാണല്ലോ ചോദിക്കുന്നത്, എന്താ പറയാ വരാഞ്ഞ്, എന്താ സഹോദരി വരാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതും പറയാം. ഞാൻ ഇങ്ങനെ പറയും. നമ്മള് ഒരു സഭായോഗം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചത്തെ മാത്രമല്ല, സഭയുടെ എല്ലാ യോഗങ്ങളും സഭായോഗങ്ങളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് സംബന്ധിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അംഗീകരിക്കുന്നതായിരിക്കണം. മനുഷ്യരോട് എന്തും പറയാം, അവർക്ക് സത്യാവസ്ഥ അറിയത്തുമില്ല. പക്ഷെ സകല സത്യം അറിയുന്ന ദൈവത്തോട് പറയുമ്പോൾ ദൈവം അംഗീകരിക്കുന്നത് ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് അങ്ങനെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുക, വരാതിരിക്കുക. ഒന്ന്, അത് നിങ്ങൾ വരാത്തവരോടൊക്കെ ചോദിച്ചാൽ പറയുന്ന മറുപടിയൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് ഈ ചത്ത മറുപടിയല്ല വരുന്നത്. എന്താ പറയുക വരാഞ്ഞത്? വന്നില്ലെന്നേ ഉള്ളൂ. എന്തൊരു മറുപടി അത്? വന്നില്ലെന്നേ ഉള്ളൂ. വേറെ ചിലര് വചനാനുസരണം പറയുന്നവരുണ്ട്. എന്താണെന്നറിയോ? അത് ചിലർ ചെയ്യുന്നത് പോലെ ചെയ്തെന്നേ ഉള്ളൂ ബ്രദറെ, അല്ലെങ്കിൽ ചിലർ ചെയ്യുന്ന പോലെ ചെയ്തെന്നേ ഉള്ളൂ പാസ്റ്ററെ. അതെന്തോ നമ്മൾ എബ്രായത്തിൽ വായിക്കുന്നത് ചിലർ ചെയ്യുന്ന പോലെ സ്വഭാവങ്ങളെ ഉപേക്ഷിക്കുക. അപ്പൊ വചനാനുസരണവും മറുപടി പറയുന്നവർ. ഇതൊന്നും ദൈവത്തിന്റെ മുൻപാകെ വില പോകരുത്. ഇതെല്ലാം ചത്തവന്റെ സ്വഭാവമാണ്.
മറന്നു പോകരുത്. ഇനിയും ഇതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു പ്രശ്നമുണ്ട്. വന്നിട്ട് സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നവര് വരും, പാട്ടുപാടിയ ചേർന്ന് പാടത്തില്ല, സ്തോത്രം ചെയ്യത്തില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കത്തില്ല, അവിടെ പറയുന്ന ഒരു കാര്യവും ശ്രദ്ധിക്കത്തില്ല, ദൈവവചനം ശുശ്രൂഷിച്ചാൽ അത് ശ്രദ്ധിക്കത്തില്ല, ആരാധനാ ചിന്തകൾ ശ്രദ്ധിക്കത്തില്ല, ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. പിന്നെ ആ കർത്തൃമേശ വരുമ്പോ അതെടുക്കും. ഞാൻ ഇങ്ങനെ അങ്ങ് പറയും, കർത്തൃമേശയ്ക്ക് മാത്രം വാ പൊളിക്കുന്നവരൊക്കെ ചത്തവരാണ്. അതിന് മാത്രം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തൊക്കെ ധ്യാനിക്കുമ്പോൾ ചിന്തിച്ചു പോകുന്നതാണ്. അതിന് വേറെ വല്ല മാർഗവും ഇത് അകത്താക്കാൻ ഉണ്ടായിരുന്നെ അങ്ങനെ ചെയ്തേനെ. വാ തുറക്കാതെ അകത്താക്കാൻ വല്ല മാർഗവും ഉണ്ടായിരുന്നെ അങ്ങനെ. അതിപ്പം തൽക്കാലം മാർഗമില്ല, കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല. അവരൊക്കെ ചത്തവരാണ്. ദൈവസഭയെന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മിനിയേച്ചറാണ്. സ്വർഗം ഭൂമിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ ദൈവം തന്നതാണ് സഭകൾ. നമ്മളെ അതുകൊണ്ടാണ് നമ്മൾ എഫേസ്യ ലേഖനം 2:7 നമ്മൾ വായിക്കുന്നത്, 7 വായിക്കുന്നത്, ക്രിസ്തുവേശുവിനോട് കൂടെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ സഭയിൽ ഇരുത്തിയ കാര്യം. സഭ സ്വർഗത്തിന്റെ മിനിയേച്ചറാ. സ്വർഗത്തിലെ സന്തോഷം അനുഭവിക്കാൻ ദൈവം തന്നതാണ് ദൈവസഭ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരാത്മാവിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ, ഒരേ ആത്മാവിൽ നമ്മൾ പാടുകയും അർത്ഥം ഗ്രഹിച്ചുകൊണ്ട്, പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പാട്ടുകളൊക്കെ ദൈവത്തിന്റെ ഭക്തന്മാർ ജീവിതാനുഭവങ്ങളിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, പാട്ടുകളെ പറ്റി പറയുമ്പോൾ ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയോ അങ്ങനെ ആയിരിക്കണം ആത്മീയ ഗാനങ്ങൾ ഉണ്ടാകേണ്ടത്. എങ്ങനെ തിരുവെഴുത്ത് ദൈവത്തിന്റെ മനുഷ്യർ രേഖപ്പെടുത്തുവാൻ ഇടയായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശവും നിർബന്ധപ്രകാരം രചിച്ചതുപോലെ ആകണം ആത്മീയ ഗാനങ്ങൾ. ആത്മീയ ഗാനങ്ങൾ പാടാൻ മാത്രമല്ല, ആത്മീയ ഗാനങ്ങൾ ധ്യാനിക്കാനുള്ളതാണ്, ആത്മീയ ഗാനങ്ങൾ പഠിക്കാനുള്ളതാണ്. ഒരുപാട് ഉപദേശ സത്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ദൈവത്തിന് സത്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കണം ആത്മീയ ഗാനങ്ങൾ. അപ്പോൾ ആ ദൈവത്തിന്റെ ആത്മീയ ഗാനങ്ങൾ പാടുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്ത് അത് പാട്ടിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ പാടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖത്ത് സന്തോഷം വരികയും, ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും, ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും. ഈ അനുഭവം ഒക്കെ ഉണ്ടാകുന്നുണ്ടോ? അതാണ് സജീവത എന്ന് പറയുന്നത്. പാട്ട് പാടുന്നുണ്ട്. ഇപ്പൊ അനുഗ്രഹത്തിന്റെ അധിപതി എന്നുള്ള പാട്ട് പാടിയാൽ നമ്മൾ വേറെ വല്ലതും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന പാട്ട് പാടാൻ പറ്റും. കാരണം അത്രയ്ക്ക് നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കും, പക്ഷെ വേറെ വല്ലതും നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. അങ്ങനെയല്ല, ഓരോ പാട്ടും മനസ്സിലാക്കി പാടണം. അങ്ങനെ പാടുമ്പോഴാണ് ഹൃദയമായ ബന്ധമുണ്ടാകുന്നത്. ദൈവവചന ശുശ്രൂഷിക്കുമ്പോൾ ആ സഭയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കണം. ആരാധനയിൽ പൂർണ്ണ ശ്രദ്ധയിൽ ഇരിക്കണം. അവിടെ ഒരു ബോംബ് പൊട്ടിയാൽ നമ്മൾ കേൾക്കല്ല. ആ സമയത്ത് നമ്മുടെ പരിസരത്ത് ഒരു ബോംബ് പൊട്ടിയാൽ നമ്മൾ കേൾക്കാൻ പാടില്ല. അത്രയ്ക്ക് കോൺസെൻട്രേഷൻ ആയിരിക്കണം. അതാണ് ജീവനുള്ളവരുടെ ആരാധന, സജീവമായ ആരാധന അതാണ് എന്ന് പ്രത്യേകം ഓർക്കണം. അപ്പൊ എല്ലാത്തിലും സജീവമായി പങ്കെടുത്ത് പോകുന്ന അത് ആണ് ഒന്നാമത്. രണ്ടാമതൊരു കാര്യം അതുകൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. കാരണം ഞാൻ പതിവായിട്ട് ഓർക്കുന്ന പോലെ എൻ്റെ ബാറ്ററി ഇനി 10% കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് വായിച്ചേക്കാം. ലൂക്കോസ് 15:24 അറിയാവുന്നൊരു വാക്കാ, വായിക്കാതെ തന്നെ നമുക്ക് അറിയാം. ഞാൻ ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. മതി 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 മതി. ഈ എന്റെ മകൻ മരിച്ചവൻ ആയിരുന്നു. ആരെ പറ്റിയാ പറയുന്നത് നമുക്കറിയാം, മുടിയൻ പുത്രനെ പറ്റി. അവൻ മരിച്ചവനായിരുന്നു. നമ്മുടെ നോട്ടത്തിൽ അവൻ മരിച്ചവനായിരുന്നു? ഇല്ല, അവൻ മരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മരിച്ചവനെന്നാണ് പറഞ്ഞത്. ഇതാണ് ആത്മീയ അർത്ഥമാണ്. ആത്മീയ അർത്ഥത്തിൽ അവൻ മരിച്ചവനായിരുന്നു. അവൻ ജീവനും ശ്വാസോച്ഛ്വാസവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പനോടുള്ള ബന്ധത്തിൽ അപ്പൻ പറയുന്നത് ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു. അപ്പം ആ മുടിയൻ പുത്രന്റെ അവസ്ഥയിൽ ജീവിക്കുന്നവരെല്ലാം ചത്തവരാ. എന്താ മുടിയൻ പുത്രനെ, അവനെ മുടിയൻ പുത്രൻ എന്ന് വിളിക്കുന്നതന്നെ എനിക്ക് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറഞ്ഞാലേ ആൾക്കാർക്ക് പരിചയം വരത്തുള്ളൂ. അതുകൊണ്ട് പറയുന്നില്ല. ഞാൻ അവനെ കുറിച്ച് ഒക്കെ നല്ല പയ്യനായിട്ടാ എപ്പോഴും പറയുന്നത്. നല്ല പയ്യൻ എന്ന് വെച്ചാൽ പോയതൊക്കെ ശരിയെന്നല്ല, പക്ഷെ അവന് അപ്പനോട് ചോദിക്കുന്ന ചോദ്യം
അതുപോലെ തന്നെ അവന് മടങ്ങി വരവ്, പശ്ചാത്താപം ഒക്കെ നല്ല മെച്ചം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഒരു അബദ്ധം പറ്റി, തെറ്റുപറ്റി അവൻ തിരുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൻ മരിച്ചവനായിരുന്നു പറയുന്നത്? ഒരു 2-3-4 കാര്യം ഞാൻ ഓർപ്പിക്കാം. അവൻ മരിച്ചവനാണെന്ന് ഈ അപ്പൻ മരിച്ചവനായിരുന്നു എന്ന് അപ്പൻ പറയാൻ കാരണം, ഒന്ന്, അപ്പനുമായി കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അവൻ ജീവിച്ചു. അതിന് മരിച്ച സ്ഥിതി എന്നാ പറയുന്നത്. അപ്പനെ വിട്ട്, അപ്പനുമായിട്ട് ഒരു ബന്ധമല്ല, അപ്പനിൽ നിന്ന് കേൾക്കുന്നുമില്ല, അപ്പനോടൊന്നും പറയുന്നുമില്ല. അതായത് ശരിയായ വചന പഠനവും പ്രാർത്ഥനയും ഇല്ലാത്തവർ മരിച്ചവരാണ്, ആത്മീയമായി ചത്തവരാണ്. അതാണ് ഇവൻ മരിച്ചവനാണെന്ന് പറഞ്ഞാൽ ഇവൻ അപ്പനോട് ബന്ധമില്ലായിരുന്നു, ഇപ്പൊ തിരിച്ചു. മറ്റൊന്ന്, അവൻ പോയിടത്ത് ജീവിച്ചത് അവന്റെ ഇഷ്ടപ്രകാരം. അവൻ അങ്ങോട്ട് പോകണം തോന്നി അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോകണം തോന്നി ഇങ്ങോട്ട് പോയി, ഇരിക്കണം തോന്നി ഇരുന്ന്, നിൽക്കണം തോന്നി നിന്നു. സ്വന്തം ഹിതപ്രകാരം ജീവിക്കുന്നവർ മരിച്ചവരാ. നമുക്കാർക്കും സ്വന്തം ഹിതപ്രകാരം ജീവിക്കാൻ യാതൊരു അവകാശവും. ഏതൊരു കാര്യവും ചോദിച്ചേ ചെയ്യാവൂ. നമുക്കൊരു ഉടമസ്ഥനുണ്ട്, നമുക്കൊരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ അനുവാദം വാങ്ങാതെ ഒരു കാര്യവും ചെയ്യാൻ, തിരുവെഴുത്ത് ശരിക്കു പഠിച്ചാൽ നമ്മുടെ സ്വന്തം ശരീരത്തെ തൊടണമെങ്കിൽ കർത്താവിനോട് അനുവാദം ചോദിക്കണം. കാരണം ഈ ശരീരത്തെ കർത്താവ് വിലയ്ക്ക് വാങ്ങിച്ചതാണ്. നമ്മുടെ സ്വന്തം ശരീരത്ത് പോലും സ്പർശിക്കുവാൻ കർത്താവിന്റെ അനുവാദം വേണം. അപ്പോൾ സ്വന്തം ഹിതപ്രകാരം, നമ്മൾ റോമാലേഖനമൊക്കെ വായിച്ചാൽ അറിയാം, റോമർ 12:1 അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ദൈവഹിതം തിരിച്ചറിയണം എന്ന് പറയുന്നു. തിരിച്ചറിഞ്ഞ് ജീവിക്കണം. അതില്ലെങ്കിൽ അവൻ മരിച്ചവനാണ്. മറ്റൊന്ന്, അപ്പന്റെ വേലയൊന്നും അവൻ ചെയ്യുന്നില്ല. അപ്പന്റെ വീട്ടിൽ ഒരുപാട് വേലയുണ്ട്, പക്ഷെ അപ്പന്റെ വേല ചെയ്യുന്നില്ല. നമ്മള് ഓർക്കണം, ഈ നമ്മളെ വിളിക്കപ്പെട്ടവർ, യൂദയുടെ ലേഖനം പഠിക്കുമ്പോൾ വേറെ ലേഖനത്തിലുണ്ട്, യൂദയുടെ ലേഖനത്തിൽ ഈ ദൈവമക്കളെ വിളിക്കപ്പെട്ടവരെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് ഗ്രീക്ക് ഭാഷയിൽ കെയിലിൻ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് 3 അർത്ഥമാണുള്ളത്. ഒന്നാമത്തെ അർത്ഥം, വിളിക്കപ്പെട്ടവനോടുകൂടെ മാത്രം സന്തോഷിപ്പാൻ വിളിക്കപ്പെട്ടവരെന്നാണ്. നമ്മളെ വിളിച്ച ദൈവം, നമ്മളെ സന്തോഷം ദൈവത്തോടു കൂടി മാത്രമായിരിക്കണം. 2, വിളിച്ചവന്റെ വേല ചെയ്യാൻ വിളിക്കപ്പെട്ടവരെന്നാണ്. 3, വിളിച്ചവന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കാനായിട്ട് വിളിക്കപ്പെട്ടവരെന്നാണ്. മനസ്സിലായോ? അപ്പം നമ്മളൊക്കെ വിളിക്കപ്പെട്ടവരാണ്. എന്തിന്? ഒന്ന്, വിളിക്കപ്പെട്ട നമ്മുടെ സന്തോഷം നമ്മുടെ കർത്താവിന്റെ മക്കളും കൂടെ മാത്രമായിരിക്കണം, വേറെ ആരുമായിട്ട് സന്തോഷിക്കരുത്. ദൈവമക്കൾ, കാരണം ഇവനെ കുറിച്ച് ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇവൻ സന്തോഷിച്ചത് ഇവന്റെ അപ്പനോടും ഇവന്റെ അപ്പന്റെ മക്കളോടും അല്ലെ ഇവന്റെ സഹോദരങ്ങളോടും കൂടിയല്ല, അവൻ വേറെ കൂട്ടുകാരോടുകൂടി ചേർന്ന്, കൂട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ ചേർന്നാണ് അവൻ എൻജോയ് ചെയ്തത്. അങ്ങനെ എൻജോയ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ അവകാശമുണ്ട്, അത് ദൈവത്തോടും ദൈവമക്കളോടും കൂടെ മാത്രമാണ്. വേറെ ആരോടും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ അവകാശമില്ല. അവിടെ നമുക്ക് ഇഷ്ടംപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, അപ്പന്റെ വേല ചെയ്യുന്നില്ല, അവന്റെ സൗകര്യം പോലെ ജീവിച്ചു. ഇങ്ങനെയുള്ളവരെല്ലാം ചത്തവരാ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പിന്നെ അപ്പൊ അതൊന്ന്. ഇനിയും ചിലർ ചാവാറായിരിക്കുന്നു, അതോടെ പറയാം എന്ന് വിചാരിക്കുക. ചിലർ ചാവാറായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആരെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? അത് നമ്മുടെ സഭയിൽ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ചിലപ്പം വരും, ചിലപ്പം വരത്തില്ല. ചിലപ്പോൾ വലിയ ആത്മീയ താല്പര്യമാണ്, ചിലപ്പോൾ ഒരു താല്പര്യവും ഇല്ല. ചിലപ്പോൾ എല്ലാത്തിനും മുൻപിലുണ്ട്. ചിലപ്പോൾ കർത്തൃമേശയിൽ സംബന്ധിക്കും, ചിലപ്പോൾ സംബന്ധിക്കത്തില്ല, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇങ്ങനെയുള്ളവര് ചാകാറായി കിടക്കുക. ഈ പോക്ക് പോയ താമസിയാതെ ഇവരും ചത്തിരിക്കും, നേരത്തെ പറഞ്ഞ സ്ഥിതിയിലാകും. അത് പാടില്ല. അതെല്ലാം അപകടകരമായ കാര്യമാണ് എന്ന് പ്രത്യേകം ഓർക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്നുകൂടെ ഉള്ളല്ലോ തിന്മ, അവര് പൂർണ്ണതയില്ലാത്ത പ്രവൃത്തിയാണ്. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ. ഏതൊരു ആത്മീയ കാര്യം ഞാൻ ആ ഭാഗം ചിന്തിക്കുമ്പോൾ ഓർത്തു, ഈ ലോകത്തിലെ ഏറ്റവും ഉദാസീനമായി ചെയ്യുന്നത് പലരും, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞു, പലരും ഉദാസീനമായി ചെയ്യുന്നത് കർത്താവിന്റെ കാര്യങ്ങളാണ്, ആത്മീയ കാര്യങ്ങളാണ്. ഒത്തേനൊത്ത പോലെ ചെയ്യുന്നത് ഒരിക്കലും പാടില്ല.
ഏറ്റവും അധികം ആക്യുറേറ്റ് ആയിട്ട് ഏറ്റവും അധികം ശ്രദ്ധയോടെ ചെയ്യേണ്ടത് ആത്മീയ കാര്യങ്ങളാണ്. വളരെ പ്രാർത്ഥിച്ചൊരുങ്ങി പ്രിപ്പയർ ആയി ചെയ്യേണ്ട കാര്യങ്ങളാണ് ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പലരും ഏറ്റവും ഉദാസീനമായി, നമ്മള് യെരമ്യാവ് 48:10 വായിക്കുന്നുണ്ട്, കർത്താവിന്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. വാക്യം വായിക്കാൻ പോലും പേടിയാ. ഉദാസീനമായി ചെയ്യേണ്ടതല്ല. ഒന്നും പൂർണ്ണമായി ചെയ്യത്തില്ല, ചെയ്തൊന്നും വരുത്തുമെന്നല്ലാണ്ട് ഒന്നും വൃത്തിക്ക് ചെയ്യത്തില്ല. ആത്മീയ കാര്യങ്ങളൊന്നും വൃത്തിക്ക് ചൊവ്വ നേരെ ചെയ്യത്തില്ല. അവരൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരാ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പെർഫെക്ഷൻ വേണം. ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും നല്ല പെർഫെക്ഷൻ വേണം. ഞാൻ നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ മതിലിന്റെ പണി, വാതിലിന്റെ പണിയൊക്കെ കാണുമ്പോൾ നമ്മൾ സന്തോഷിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. 35 പ്രാവശ്യം ആ ഭാഗത്ത് അറ്റകുറ്റം തീർത്തു, ഫിനിഷിംഗ് ടച്ച് എന്നുള്ള ആശയം. അത് ചെയ്യുന്ന കാര്യം ഭംഗിയായി ചെയ്യണം. ആത്മീയ കാര്യങ്ങൾ അത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. മറ്റു കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ആയിക്കോ, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഭൗതിക കാര്യങ്ങൾ. പക്ഷെ ഇന്ന് കണ്ടുവരുന്ന ആത്മീയ കാര്യങ്ങൾ ഏറ്റവും ഉഴപ്പുന്നത്. വന്ന് പോയ ഓഫീസിൽ പോകുമ്പോൾ കറക്റ്റ് സമയത്ത് പോകും, ഓഫീസിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കറക്റ്റ് സമയത്ത് പോകും. പക്ഷെ സഭായോഗത്തിന് പോകുമ്പോഴോ അടുത്ത വണ്ടിക്ക് പോവാം, അല്ലെ പോയാൽ പോയി, പോയില്ലേ പോയില്ല, താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആരും ചോദിക്കാന്. അടുത്ത ആഴ്ചയില് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ ബാക്കിയായിട്ട് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വണക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്ന് രാത്രിയിലെ ക്ലാസ്സുകൾ കേൾപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയല്ലോ. 5ാമത്തെ സഭയുടെ ദൂതന്, സർവീസിലെ സഭയുള്ള ദൂതനുള്ള ക്ലാസ് ഇന്ന് രാത്രി എടുപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കും അതൊരു അനുഗ്രഹമായിരുന്നു എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പ്രിയ ഫിന്നി ബദർ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കൂടൽ കുഞ്ഞുമോൻ ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ ഇത്രത്തോളം സമയമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 8 ദിവസത്തെ ക്ലാസ്സും ഇന്ന് 9ാമത്തെ ദിവസമായിരുന്നു. 9 ദിവസത്തെ ക്ലാസ്സുകളും വളരെ അനുഗ്രഹമായിരുന്നു. വളരെ സിസ്റ്റമാറ്റിക്കിൽ തന്നെ കർത്താവിന്റെ ദാസൻ അനിയൻ വർഗീസ് ഈ ക്ലാസ്സുകൾ എടുക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചു. ആ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ഇന്ന് ക്ലാസ്സുകളിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ ഫിന്നി ബദർ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്വപിതാവേ, എന്നുള്ള സമുദ്ര ഞങ്ങളെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ 9ാമത്തെ ആഴ്ച കാലം കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും കർത്താവിൻ്റെ ഹല്ലേലൂയ വചനം കേൾക്കുവാൻ കർത്താവ് സഹായിച്ച നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വാർത്തകൾ സംസാരിപ്പാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ, സഭയുള്ള ദൂത് കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഇത് പ്രയോജനപ്പെടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവേ, ഹല്ലേലൂയ, ചാവാറായ ശേഷിപ്പോടെല്ലാം കർത്താവേ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ കർത്താവെ പുതുക്കി കർത്താവേ, ഹല്ലേലൂയ, അങ്ങേക്ക് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങൾ തികഞ്ഞ പ്രത്യാശയുള്ളവരായി കർത്താവിനെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേൾക്കുന്ന വചനങ്ങളൊന്നും കർത്താവെ അത് വെറുതാവായി പോകും ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനമുള്ളതായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിമുതിയും പ്രയോജനമുള്ളതായി തീരുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ട ായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദൈവദാസനെ ആ ക്ലാസ്സുകൾ എടുക്കുവാൻ ശക്തീകരിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം. തുടർന്ന് നല്ല പൂർത്തീകരണത്തിലേക്ക് നയിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സംബന്ധിച്ച നമുക്കെല്ലാം അനുഗ്രഹമായിരുന്നതിനാൽ സ്തോത്രം ചെയ്യാം. തുടർന്ന് ദൈവം പരിപാലിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇവിടുത്തെ സഭയ്ക്കായി സ്തോത്രം ചെയ്യാം. ദൈവാസനങ്ങളുടേതിനായി സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു മുഖാന്തരം ഈ രാത്രി നമുക്ക് ജയം തന്ന പിതാവാം ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. വേഗം വരണം. ഈ ആത്മീയ ശുശ്രൂഷ സംബന്ധിച്ച് നിങ്ങളേവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമാധാനത്തെ പിരിഞ്ഞു പോകാം. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. വരുന്ന വ്യാഴാഴ്ച കൃത്യം 8 മണിക്ക് തന്നെ നമുക്ക് കാണാം. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു ഓൾ.